ഹായ് ഹലോ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മൾ എല്ലാ മാസവും ചെയ്യുന്ന പോലെ ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏറ്റവും ജൂലൈ മാസത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയർ സെക്ഷനിലേക്ക് നമുക്ക് തുടങ്ങാം അല്ലേ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ 17th ബ്രിക് സമ്മിറ്റ്. ഓക്കെ, 17ാമത്തെ ബ്രിക് സമ്മിറ്റ് എവിടെയാണ് ഹോസ്റ്റ് ചെയ്തത്? വെരി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. കാരണം സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ബ്രിക് സമ്മിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലേ. ബ്രിക് സമ്മിറ്റ് 17ാമത്തെ ബ്രിക് സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്തത് ഓക്കെ എവിടെയാണ്? ബ്രസീൽ. ഓക്കെ, ബ്രസീലിലാണിത് 17ാമത്തെ ബ്രിക് സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്തത്. ബ്രസീലിലെ റിയോ ഡി ജനറലിലാണിത് ഈ സമ്മിറ്റ് നടന്നത്. ഇനി ആരാണ് ചെയ്തത്? ചെയർഡ് ബൈ ലൂയിസ് ഇനാസിയോ ലുല ഡാ സിൽവ. അതായത് ബ്രസീലിന്റെ പ്രസിഡന്റായ ലുല ഡാ സിൽവയാണിത് ഇത് ഷെയർ ചെയ്തത്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആരാ പങ്കെടുത്ത്? ഒബ്വിയസ്ലി അല്ലേ, ഇന്ത്യയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നമ്മുടെ PM മോദിയാണിത് ഇന്ത്യയിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. എവിടെയാണ്? ഓക്കെ, എവിടെയാണ് നടന്നത് നോട്ട് ചെയ്യാം. അതുപോലെ തീം എന്തായിരുന്നു ഒരു തീം ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. തീം എന്താണ്? തീം വെച്ചാൽ സ്ട്രെങ്തനിങ് ഗ്ലോബൽ സൗത്ത് കോപ്പറേഷൻ ആൻഡ് പ്രൊമോട്ടിംഗ് എ മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്ലോബൽ ഗവർണൻസ് ആയിരുന്നത് ഈ 17ാമത്തെ ബ്രിക് സമ്മിറ്റിന്റെ തീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തീം നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത, കാരണം ചോദിക്കാം ഈ സബ്മിറ്റിന്റെ തീം എന്താണെന്ന് ഒരു ഓപ്ഷനിലായിട്ട് ചോദിക്കാം, കറണ്ട് അഫയേഴ്സ് ചോദിക്കാൻ പറ്റിയ ചോദ്യം തന്നെയാണ്. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ മേജർ ഔട്ട്കം എന്താണ്? മേജർ ഔട്ട്കം എന്താണെന്ന് വെച്ചാൽ ഫ്രെയിംവർക്ക് ഡിക്ലറേഷൻ ഓൺ ക്ലൈമറ്റ് ഫിനാൻസ്. ഓക്കെ, ഫ്രെയിംവർക്ക് ഡിക്ലറേഷൻ ഓൺ ക്ലൈമറ്റ് ഫിനാൻസ് ആണ് മേജർ ഔട്ട്കം ആയിട്ട് ഈ 17ാമത്തെ ബ്രിക് സമ്മിറ്റിന്റെ ഭാഗമായിട്ട് വന്ന മേജർ ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ചോദിക്കാം, ഒന്നെങ്കിൽ തീം ചോദിക്കാം, അല്ലെങ്കിൽ മേജർ ഔട്ട്കം എന്താണ്. രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങൾ എന്താണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ബ്രിക് സമ്മിറ്റിനെ പറ്റി പറയാം, നമ്മൾ ഓൾറെഡി സ്റ്റാറ്റിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പറയാറുണ്ട് അല്ലേ. ബ്രിക് എന്നാ ഫോം ചെയ്ത് 2009 ബ്രിക് സമ്മിറ്റ് അല്ലെങ്കിൽ ബ്രിക് ഫോം ചെയ്ത്. എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഷാങ്കായ്. ഓക്കെ, ചൈനയിലെ ഷാങ്കായിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. റീസൺ നമ്മൾ എല്ലാ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലും ബ്രിക് സമ്മിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ബ്രിക്സുമായിട്ട് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. 2026 എവിടെ നടക്കാൻ പോകുന്നത് അതും ചോദിക്കാറുണ്ട് കേട്ടോ. 2026 എവിടെ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്? 2026 നമ്മുടെ ഇന്ത്യയിലാണിത് ഈ ബ്രിക് സമ്മിറ്റ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതും കൂടി ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. എക്സ്ട്രാ പോയിന്റ് ആയിട്ട് അടുത്ത വർഷത്തെ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ 2025 17th ബ്രിക് സമ്മിറ്റ് എവിടെയാണ്? അത് ബ്രസീലിലാണ്. അത് 17ാമത്തെ, അത് 18ാമത്തെ 2026 കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ഇവിടെ നടക്കുന്നത് അത് ഇന്ത്യയിൽ വെച്ചാണ് 2026 കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതും കൂടെ എന്താണ് ഇതിന്റെ ഭാഗമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2025. എല്ലാ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലും പറയാറുള്ളതാണ്. ഇൻഡെക്സുകൾ അല്ലെ ഇമ്പോർട്ടൻ്റ് ആയ ഇൻഡെക്സും റാങ്കിങ്സും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എപ്പോഴും പറയാറുണ്ട്. ഓക്കെ, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2025 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്. ഇന്ത്യ അറിയാൻ രണ്ട് കാര്യങ്ങൾ പഠിക്കേണ്ടത്. ഒന്ന്, ടോപ്പായി വരുന്നത് ഏത് കൺട്രിയാണ്. രണ്ട്, ഇന്ത്യൻ റാങ്ക്. ഈ രണ്ട് കാര്യങ്ങളാണ് സ്ഥിരമായിട്ട് എപ്പോഴും ചോദിക്കാറുള്ളത് അല്ലേ. നോക്കാം, ടോപ്പ് വന്നത് സിംഗപ്പൂർ ആണ് ഇതിനകത്ത് ടോപ്പായി വന്നിട്ടുള്ളത്. അതുപോലെ ഇന്ത്യൻ റാങ്ക് എത്രയാണ്? ഇന്ത്യൻ റാങ്ക് 77ാമതാണ്. 77th ആണിത് ഇന്ത്യൻ റാങ്ക് എന്ന് പറയുന്നത്. കൂടുതൽ ഇമ്പോർട്ടൻസ് എവിടെയാണ്? അത് ഉറപ്പായിട്ടും ഇന്ത്യൻ റാങ്കിൽ തന്നെയാണ്. കാരണം ഇന്ത്യൻ റാങ്ക് ആണെന്ന് എപ്പോഴും കൂടുതൽ ചോദിച്ചു കാണാറുള്ളത്. അപ്പോൾ 77ാമത്തെ റാങ്കാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്താണ് ഹുറം ഗ്ലോബൽ യൂണിക്കോൺ ഇൻഡെക്സ് 2025. ഓക്കെ, വീണ്ടും നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ഇൻഡെക്സ് ആണ്. ടോപ്പ് വന്നിരിക്കുന്നത് USA ആണ്. അതുപോലെ ഇന്ത്യയുടെ റാങ്ക് ഇന്ത്യൻ റാങ്ക് 64 അല്ല, ഇന്ത്യൻ റാങ്ക് 3 ആട്ടോ. ഇന്ത്യൻ റാങ്ക് 3 ആണ്. ഓക്കെ, അത് ടോട്ടൽ എത്ര യൂണിക്കോൺസ് ഉണ്ടെന്നുള്ള കണക്കാണ് 64 എന്ന് പറയുന്നത്. ഇന്ത്യൻ റാങ്ക് 3rd ആണ്. ഓക്കെ, മൂന്നാമത്തെ റാങ്കാണ്. ചെറിയ തിരുത്തുണ്ട്, പ്രത്യേകം നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടോപ്പ് വന്നിരിക്കുകയാണ്. ടോപ്പ് 1 USA ആണ്. ഇന്ത്യൻ റാങ്ക് എന്ന് വെച്ചാൽ 3ാമത്തെ റാങ്കാണ്. ഓക്കെ, 3rd പൊസിഷൻ എന്താണ്? ഹുറം ഗ്ലോബൽ യൂണിക്കോൺ ഇൻഡെക്സ് 2025 ഇന്ത്യ കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ടോപ്പ് ആരാണെന്ന് നോക്കുക, അതുപോലെ ഇന്ത്യൻ റാങ്ക് എത്ര നോക്കുക. രണ്ട് ഇൻഡെക്സ് പിടിച്ചു. ഏതൊക്കെയാണ്? ഒന്ന് നമുക്ക് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എത്രയാണ്? ഇന്ത്യൻ റാങ്ക് 77ാമതായിരുന്നു. അതുപോലെ ഇവിടെ എന്താണ്? ഇന്ത്യൻ റാങ്ക് ഗ്ലോബൽ യൂണിക്കോൺ ഇൻഡെക്സിൽ ഇന്ത്യൻ റാങ്ക് 3ാമതാണ്. രണ്ട് ഇൻഡെക്സുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത് സ്വച്ഛ് സർവക്ഷൺ 2024-2025. ഓക്കെ, അതായത് ഈ സ്വച്ഛ് സുരക്ഷയുടെ ഭാഗമായിട്ട് ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റിയുടെ റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റാങ്കിങ്ങിൽ ആരാണ്, ഏത് സിറ്റിയാണ് ടോപ്പ് വന്നതാണിത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അഹമ്മദാബാദ് സിറ്റി വാസ് റാങ്ക്ഡ് ദ ക്ലീനസ്റ്റ് ഇൻ ദ സ്വച്ഛ് ഷെഹർ കാറ്റഗറി അണ്ടർ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ വരാം. ഒന്ന്, ഈ സ്വച്ഛ് സർവക്ഷൺ 2024-25 ആരാണ് ഹോസ്റ്റ് അല്ലെങ്കിൽ ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? അത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ചോദ്യം കൂടെ എന്താണ് നിങ്ങൾക്ക്
ആലോചിച്ച് വെക്കുക. അതുപോലെ ഏത് സിറ്റിയാണ്? അഹമ്മദാബാദ് സിറ്റിയാണിത് ഈ ക്ലീനസ്റ്റ് സിറ്റി റാങ്കിൽ ഒന്നാമതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ സിറ്റി വൈസ് ചോദിച്ചാൽ എന്താണ്? അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റൻ ആണിത് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ. കാരണം ഗവൺമെന്റ് സ്കീംസിൽ അല്ലെങ്കിൽ അതിൻ്റെ അണ്ടറിലൊക്കെ വരുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് ഇപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് എല്ലാ എക്സാം ഇപ്പോൾ RRB ആണെങ്കിലും SSC ആണെങ്കിലും ഒക്കെ എന്താണ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്താണ് ഫൈഡ് വുമൺസ് ചെസ് വേൾഡ് കപ്പ് ദിവ്യ ദേശ്മുഖ്. ആരാണ് ഫൈഡ് വുമൺസ് ചെസ് വേൾഡ് കപ്പ് ആരാ കരസ്ഥമാക്കിയത്? ദിവ്യ ദേശ്മുഖ് ആണിത് ഇത് വോൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി അത് മാത്രമല്ല 88ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടും ആരാണ്? ദിവ്യ ദേശ്മുഖിനെ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ റീസെന്റ് ആയിട്ട് നടക്കുന്ന എല്ലാ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ ആ ഒരു ഓർഡർ ഒക്കെ നമ്മൾ നോക്കി വെക്കാറുള്ള അല്ലേ. 87ാമത്തെ ആരായിരുന്നു? ഓക്കെ 87th 87th ഹരികൃഷ്ണൻ. ഓക്കെ 87th ആയിരുന്നു. 87th ഹരികൃഷ്ണൻ ആയിരുന്നു. അപ്പോൾ നോട്ട് ചെയ്ത് നോക്കുക. 87ഉം 88ാമത്തെ ആരാണ്? 88ാമത്തെ ദിവ്യ ദേശ്മുഖ്. അപ്പോൾ ദിവ്യ ദേശ്മുഖ് പറയുമ്പോഴേക്കും നോക്കിയേ, ദിവ്യ ദേശ്മുഖ് എന്ന് പറയുമ്പോഴേക്കും ഹരികൃഷ്ണൻ. ഓക്കെ 87 ഹരികൃഷ്ണൻ. രണ്ടെണ്ണം ഉണ്ട്. എന്താ? ഒന്ന് ഫൈഡ് വുമൺസ് ചെസ് വേൾഡ് കപ്പ് സ്വന്തമാക്കിയാരാണ്? അതും ദിവ്യ ദേശ്മുഖാണ്. അതുപോലെ 88ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ എന്താണ്? അതും ദിവ്യ ദേശ്മുഖ് തന്നെയാണ്. രണ്ടും ഒന്ന് പഠിച്ചു വെക്കുക, കാരണം ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ 87 ജസ്റ്റ് നോട്ട് ചെയ്യുക. തൊട്ട് മുമ്പിൽ നോട്ട് ചെയ്യുക. 87th ആരാണത്? ഹരികൃഷ്ണൻ. ഓക്കെ ഹരികൃഷ്ണൻ A ആണത് 87th ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത് ഫ്രം തമിഴ്നാട്. ഓക്കെ നെക്സ്റ്റ് ആണ് ഗവർണർ ഓഫ് ഹരിയാന. പുതിയ ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. ഒന്നല്ല 2 അപ്പോയിന്റ്മെന്റ്. ഒന്ന് ഗവർണർ ഓഫ് ഹരിയാന ഉണ്ട്, പിന്നെ ഒന്ന് ഗവർണർ ഓഫ് ഗോവയുണ്ട്. ഞാൻ പറഞ്ഞില്ല പുതുതായിട്ട് വരുന്ന അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. പ്രത്യേകം ഗവർണേഴ്സ് ഒക്കെ ആകുമ്പോഴേക്കും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ സ്റ്റേറ്റിലെ അപ്പോയിന്റ്മെന്റ്സിൽ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്പോയിന്റ്മെന്റ്സ് ആണ് ഈ ഗവർണേഴ്സ് മാറുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഗവർണേഴ്സ് മാറുന്ന വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇത് മാറാറുണ്ട്. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും പഠിച്ചു വെക്കുക, കാരണം എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കാൻ കുറച്ച് ചാൻസസ് കൂടുതലുള്ളതാണ്. ഓക്കെ ഇപ്പോൾ ഗവർണർ ഓഫ് ഹരിയാന നമുക്ക് നോക്കാം. അസീം കുമാർ ഘോഷ്. ഓക്കെ ആരാണ്? അസീം കുമാർ ഘോഷ് ആണെന്ത് ഹരിയാന ഗവർണർ എന്ന് പറയുന്നത്. അതുപോലെ ഗവർണർ ഓഫ് ഗോവ ആരാന്ന് നോക്കാം. പുജാപതി അശോക് ഗജപതി രാജു ആണെന്ത് ഗവർണർ ഓഫ് ഗോവ എന്ന് പറയുന്നത്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ ഇപ്പോൾ ഗോവ എന്ന് പറയുമ്പോൾ ഗജപതി രാജു G ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ഓക്കെ. അതുപോലെ ഇവിടെ നോക്കുക ഗവർണർ ഓഫ് ഹരിയാന അസീം കുമാർ ഘോഷ്. ഓക്കെ ഓർത്ത് വെക്കുക. നന്നായിട്ട് ഓർത്ത് വെക്കുക. കാരണം ജൂലൈ മാസമൊക്കെയാണ്. അപ്പോൾ അടുത്ത വർഷത്തെ കറണ്ട് അഫയേഴ്സിലൊക്കെ എന്തായാലും ചോദിക്കാം. കാരണം ഇനി ഗവർണർ പെട്ടെന്നൊന്നും മാറാൻ സാധ്യതയില്ല. എന്തായാലും എന്താണ് കുറച്ച് നാളത്തേക്ക് നിൽക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരിക്കലും ഉറപ്പ് പറയില്ല, സാധ്യത ഉണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്താണ് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഇന്ത്യസ് സെക്കൻഡ് ലോങ്സ്റ്റ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് സിഗന്ദൂർ കേബിൾ സ്റ്റേഡ് ഓപ്പൺഡ് ഇൻ കർണാടക. അതായത് ഇന്ത്യസ് സെക്കൻഡ് ലോങ്സ്റ്റ് ആണ്. ഇന്ത്യസ് ഫസ്റ്റ് ലോങ്സ്റ്റ് ആയിരുന്നു. ഇന്ത്യസ് ഫസ്റ്റ് ലോങ്സ്റ്റ് ഓക്കെ നോക്കി. ഇന്ത്യസ് ലോങ്സ്റ്റ് ഏതായിരുന്നു? ഇന്ത്യസ് ലോങ്സ്റ്റ് അത് സുദർശൻ സേതു അല്ലേ. ഇന്ത്യസ് ലോങ്സ്റ്റ് അത് സുദർശൻ സേതു ആണ്. ഇന്ത്യസ് സെക്കൻഡ് ലോങ്സ്റ്റ് എവിടെയാണ്? കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് സിഗന്ദൂർ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ്. എത്ര കിലോമീറ്റർ ഉണ്ട്? 2.44 കിലോമീറ്റർ നീളമുള്ള. ഇത് എവിടെയാണ്? ഇത് കർണാടകയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും കൂടെ നമുക്ക് നോട്ട് ചെയ്യാം. കാരണം ഫസ്റ്റ് സ്ഥിരമായിട്ട് ചോദിക്കുക സുദർശൻ സേതു ഓക്കെ ചോദിക്കാറുണ്ട്. അതിന്റെ കൂടെ എന്താണ് ഇതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. സെക്കൻഡ് ലോങ്സ്റ്റ് എന്ന് പറയുന്ന ഈ സംഭവം കൂടെ എന്താണ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും സ്ഥിരമായിട്ട് എടുത്ത് കാണിക്കുക. അതുപോലെ ഇത് ആരാണ് ഇനാഗ്രേറ്റ് എന്ന് ചോദിക്കാം. ഇനാഗ്രേറ്റഡ് ബൈ നിതിൻ ഗഡ്കരി ആണ്. ഇനാഗ്രേറ്റഡ് ബൈ ആരാണ്? നിതിൻ ഗഡ്കരി ആണിത് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ അതും കൂടെ എക്സ്ട്രാ പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ പറഞ്ഞത് എന്ത് നമ്മൾ പഠിച്ചാലും അതിൻ്റെ ചുറ്റുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. കാരണം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് എന്താണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ. ഓക്കെ അടുത്താണ് കൊളംബിയ ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ ജോയിൻഡ് ദ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് അഹെഡ് ഓഫ് 17th ബ്രിക്സ് സമ്മിറ്റ്. ഓക്കെ അതായത് ബ്രിക്സിന്റെ ബാങ്കായ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് NDB. ഓക്കെ NDBയിൽ പുതിയ മെമ്പേഴ്സ് ആയിട്ട് ആരൊക്കെ വന്നത്? ആരൊക്കെയാ? കൊളംബിയയും അതുപോലെ ഉസ്ബെക്കിസ്ഥാൻ. എന്താണ് ഇവര് രണ്ടു പേരും പുതുതായിട്ട് ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പോൾ പഠിച്ചു നോക്കുക. ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ റീസെന്റ് ആയിട്ട് ജോയിൻ ചെയ്ത ആൾക്കാർ ലിസ്റ്റ് ഒക്കെ തരും. അതിനകത്ത് നോട്ട് വെച്ചാൽ മതി. കൊളംബിയ ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ ആണത് ഈ നാഷണൽ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഓസ്ട്രേലിയ ആൻഡ് UK സൈൻഡ് ദ
ഗീലോങ് ട്രീറ്റി ഗീലോങ് ട്രീറ്റി വെച്ചാൽ ഇറ്റ് ഇസ് എ 50-year ഡിഫൻസ് അഗ്രിമെന്റ്. അത് 50 വർഷത്തേക്കുള്ള ഒരു ഡിഫൻസ് കരാറാണെന്ത് ഈ ഗീലോങ് ട്രീറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, ഈ ഗീലോങ് ട്രീറ്റി സൈൻ ചെയ്തിരിക്കുന്നത് ഏതൊക്കെ കൺട്രീസ് തമ്മിലാണ്? മേ ബി ഒരു കൺട്രി തരാം. അപ്പോൾ ഓസ്ട്രേലിയയും ഏതൊക്കെ കൺട്രി തമ്മിലാണ് ഈ ട്രീറ്റി സൈൻ ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഓസ്ട്രേലിയ ആൻഡ് UK തമ്മിലാണ് ഇത് സൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് പഠിച്ചു നോക്കുക. ഗീലോങ് ട്രീറ്റി എന്ന് പറയുന്നത് അതായത് ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ബിൽഡ് ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻസ്. ഓക്കെ, ഇങ്ങനെ സബ്മറൈൻസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു 50 വർഷത്തെ ഒരു കരാറാണെന്ത് ഈ കാണുന്ന ഗീലോങ് ട്രീറ്റി എന്ന് പറയുന്നത്. സഞ്ചരിക്കുന്നത് ഓസ്ട്രേലിയ ആൻഡ് UK തമ്മിലാണ്. അടുത്ത ട്രേസേഴ്സ്, നാസാസ് മിഷൻ ടു സ്റ്റഡീസ് എർത്ത് മാഗ്നറ്റിക് ഷീൽഡ്. അതായത് എർത്തിന്റെ മാഗ്നറ്റിക് ഷീൽഡിനെ പറ്റി പഠിക്കാൻ വേണ്ടി നാസ ലോഞ്ച് ചെയ്ത വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മിഷനാണ് ഇത് ട്രേസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാൻ വേണമെങ്കിൽ tandem reconnection and cusp electrodynamic reconnaissance സാറ്റലൈറ്റ്. ഓക്കെ, ഇതാണ് എന്ത് ട്രേസേഴ്സിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, മേ ബി ചോദിക്കാൻ സാധ്യത, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വച്ചതാണ്. നോക്കിയേ. ഓക്കെ, ടാൻഡം റീകണക്ഷൻ ആൻഡ് കസ്പ് ഇലക്ട്രോഡൈനാമിക് റീകണൈസൻസ് സാറ്റലൈറ്റ് ആണ് നമ്മൾ ട്രേസേഴ്സ് എന്ന് പറയുന്നത്. ഇനി ചോദിക്കാം എന്താണ് ഇത്? ഇപ്പോൾ ട്രേസേഴ്സ് ചിലപ്പോൾ ചോദിക്കാം ട്രേസേഴ്സ് ആര് ലോഞ്ച് ചെയ്താണ് ഒരു ചോദ്യം. എന്താണ്? നാസ ലോഞ്ച് ചെയ്താണ്. ഇനി എന്താണ് ഈ മിഷന്റെ ഒരു ഒബ്ജക്റ്റീവ്? എന്താണ്? ടു സ്റ്റഡി എർത്ത്സ് മാഗ്നറ്റിക് ഷീൽഡ്. അതായത് എർത്തിന്റെ മാഗ്നറ്റിക് ഷീൽഡിനെ പറ്റി പഠിക്കുക എന്നാണ് ഈ ഒരു ട്രേസേഴ്സിന്റെ മിഷൻ എന്ന് അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. രണ്ട് ടൈപ്പിലും നിങ്ങൾ ആലോചിച്ച് വെക്കുക. നെക്സ്റ്റ് 2025 വിംബിൾഡൺ. സ്പോർട്സിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നമ്മളെല്ലാം പഠിക്കാറുണ്ട് അല്ലേ? അതായത് ഓസ്ട്രേലിയൻ ഓപ്പൺ ഉണ്ട്, US ഓപ്പൺ ഉണ്ട്, വിംബിൾഡൺ ഫ്രഞ്ച് എല്ലാ തവണ നമ്മൾ പഠിക്കാറുണ്ട്. ഇപ്പോൾ വിംബിൾഡൺ വിംബിൾഡൺ ടൈറ്റിൽ ആരാണ് ലോഞ്ച് ചെയ്തത്? ജാനിക് സിന്നർ. ഓക്കെ, എപ്പോഴും എനിക്ക് തോന്നുന്നു ജാനിക് സിന്നർ ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജാനിക് സിന്നർ ആണ് 2005 വിംബിൾഡൺ. ഇപ്പോൾ മെൻസ് മാത്രമല്ല വുമൺസും കൂടെ നമുക്ക് നോക്കാം. ഇഗാസ് സ്വിയാറ്റെക്. ഓക്കെ, ഇഗാസ് സ്വിയാറ്റെക് ആണ് വിംബിൾഡൺ ടൈറ്റിൽ വുമൺസിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മെൻസിൽ ജാനിക് സിന്നർ ആണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് വീണ്ടും ഓക്കെ നിസാർ മിഷൻ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട് നിസാർ മിഷൻ. എന്താണ് നിസാർ മിഷൻ എന്ന് പറയുന്നത്? അറിയോ? നിസാർ മിഷൻ ഓക്കെ, ജോയിന്റ് എർത്ത് ഒബ്സർവിംഗ് മിഷൻ ഓഫ് നാസ ആൻഡ് ISR. നാസയും ISRും കൂടെ ഒരുമിച്ച് എർത്ത് ഒബ്സർവിംഗ് മിഷൻ രണ്ടുപേരും കൂടെ എന്താണ് ഒരുമിച്ച് നാസയും നമ്മുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനോട് ഒരുമിച്ച് നടത്തുന്ന ഒരു മിഷനാണ് നിസാർ മിഷൻ എന്ന് പറയുന്നത്. ഇനി അത് എന്താ നിസാർ മിഷൻ എന്താ നമുക്ക് നോട്ടേണ്ടത്? അതായത് നാസ ISRO സിന്തറ്റിക് NASA ISRO synthetic aperture radar. ഓക്കെ, അതാണ് ശരിക്കും നിസാർ എന്ന് പറയുന്നത്. NISAR. ഇതാണ് നിസാർ എന്ന് പറയുന്നത്. NASA ISRO സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ. അതാണത് നിസാർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മെയിൻ ആയിട്ടുള്ള നോക്കി ഏത് റോക്കറ്റ് ആണ്? GSLV F-16 ഇത് ലോഞ്ച് ചെയ്യുന്നത്. GSLV F-16. ഇനി എന്നാണ് ലോഞ്ച് ഡേറ്റ് 30th July 2025 ആണ്. ഓക്കെ, ജൂലൈ 30, 2025 ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഇനി എവിടെ ലോഞ്ച് ചെയ്തത്? ഫ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ. നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, സതീഷ് ധവാൻ സ്പേസ് സെന്ററിലാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്.
ഇനി എന്തായിരിക്കും യൂട്ടിലൈസ് ബോത്ത് എൽ ബാൻഡ് ആൻഡ് എസ് ബാൻഡ് റഡാർ ഫ്രീക്വൻസി മേ ബി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളൊക്കെ വരാം. അതുകൊണ്ടാണ് എൽ ബാൻഡ് എന്ന് വെച്ചാൽ ഫ്രീക്വൻസി ലെങ്ത്തുകളാണ്. ഓക്കെ 24 സെന്റിമീറ്റർ ആൻഡ് 10 സെന്റിമീറ്റർ വേവ് ലെങ്ത്തുള്ള രണ്ട് ബാൻഡുകൾ. അതാണ് എൽ ബാൻഡും എസ് ബാൻഡ്. രണ്ട് ടൈപ്പ് ഓഫ് വേവ് ലെങ്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ എൽ ബാൻഡ് എന്ന് പറയുന്നത്. രണ്ടാമത്താണ് എസ് ബാൻഡ് എന്ന് പറയുന്നത്. എൽ ബാൻഡ് എന്ന് വെച്ചാൽ 24 ഓക്കെ 24 സെന്റിമീറ്റർ വേവ് ലെങ്ത്തുള്ള കാര്യങ്ങൾ. അതുപോലെ എസ് ബാൻഡ് എന്ന് വെച്ചാൽ 10 സെന്റിമീറ്റർ വേവ് ലെങ്ത്തിൽ ഉള്ള ഫ്രീക്വൻസീസ് റെക്കോർഡ് ചെയ്യും. അപ്പോൾ അതാണ് രണ്ട് യൂസ് ചെയ്യണമെന്ന് പറയുന്നത് എൽ ബാൻഡ് ആൻഡ് എസ് ബാൻഡ് എന്ന് പറയുന്നത്. മേ ബി ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ. കാരണം ഇപ്പോൾ ട്രെൻഡ് ഒക്കെ മാറി വരികയാണ്. കറണ്ട് അഫയേഴ്സ് ആണ് എന്താണ് കൂടുതലും ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ കുറച്ച് ഫാക്ട്സ് കൂടെ പഠിച്ചു നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഓൾറെഡി പഠിച്ചു. നിസാർ മിഷൻ എന്നാണ് ലോഞ്ച് ചെയ്തത് 2025 ജൂലൈ 30 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫുൾ ഫോം പഠിച്ചു. നാസ ISRO സിന്തറ്റിക് അപ്രോച്ച് റഡാർ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ നിന്നാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ എന്താണ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫ്രീക്വൻസി റഡാർ ഫ്രീക്വൻസി ഉണ്ടെന്ന് വെച്ചാൽ അത് എൽ ബാൻഡും എസ് ബാൻഡും രണ്ട് ടൈപ്പ് ഓഫ് ബാൻഡ്സ് എന്താണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. നെക്സ്റ്റ് PM ധൻ ധാന്യ കൃഷി യോജന. വീണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്കീംസ് യോജനാസ് ഒക്കെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫ്രീക്വന്റ് ആയിട്ട് എന്താണ് എക്സാംസിന് ചോദിക്കുന്നതാണ്. നമുക്ക് നോക്കാം. merges 36 schemes from 11 union ministries to create a unified agriculture support system. അതായത് 36 വിവിധ തരത്തിലുള്ള സ്കീംസ് എന്താണ് ഒന്നിച്ച് അത് എല്ലാ മിനിസ്ട്രീസിനും അണ്ടറിൽ എന്താണ് അത് മാറ്റി ഒന്നിച്ച് ഒറ്റ യൂണിഫൈഡ് സപ്പോർട്ട് സിസ്റ്റം ആക്കി മാറ്റുന്ന ഒരു യോജനയാണ് ഈ PM ധൻ ധാന്യ കൃഷി യോജന എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിന്റെ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് നമുക്ക് നോക്കാം. To enhance productivity, promote crop diversification, improve irrigation and storage. നമുക്കറിയാം അഗ്രികൾച്ചർ ധാന്യം പറയുമ്പോൾ അഗ്രികൾച്ചർ ബന്ധപ്പെട്ടായിരിക്കും എന്തൊക്കെയായിരിക്കും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, അതുപോലെ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ കുറച്ചും കൂടി യൂസ്ഫുൾ ആക്കുക, അതുപോലെ ഇംപ്രൂവ് ഇറിഗേഷൻ സ്റ്റോറേജ് ഒക്കെ എന്താണ് അതായത് കൃഷിക്കാർക്ക് അനുയോജ്യമായ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് ഒക്കെ കാര്യങ്ങളൊക്കെ എന്താണ് ഒരുക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ ലോഞ്ച് ചെയ്ത സംഭവമാണ്. ഇനി ഇതിന്റെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ചോദിക്കാട്ടോ. കാരണം ഈയിടെയായിട്ട് ബഡ്ജറ്റ് ഒക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. എത്ര കോടി രൂപയാണ് ഇനി എന്ന സ്കീംസിന് അനുവദീയമായി കിട്ടുന്നതെന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ കാണാറുണ്ട്. എത്രയാണ് 24,000 കോടി രൂപ. ഏകദേശം 100 അഗ്രി ഡിസ്ട്രിക്ട്സിലാണിത് ഇത് ലോഞ്ച് ചെയ്യാനുള്ള ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടോ. 100+ അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട്സിലാണിത് ഇത് ലോഞ്ച് ചെയ്യാൻ ഒരു തീരുമാനമായിട്ടുണ്ട്. അതുപോലെ അപ്രൂവ് ഓൺ 16 ജൂലൈ 2025 2025 ജൂലൈ 16 തീയതിയാണ് ഇത് അപ്രൂവ് ആയി മാറിയിരിക്കുന്നത്. അപ്പൊ എത്ര സ്കീംസ് ഇതാണ് 36 സ്കീംസ് മെർജ് ചെയ്ത ഒറ്റ യോജനയാണ് PM ധൻ ധാന്യ കൃഷി യോജന എന്ന് പറയുന്നത്. ഇനി അതിന്റെ എയിമും ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ ബഡ്ജറ്റ് ഒക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ നെക്സ്റ്റ് നമ്മളുടെ മിലിറ്ററി എക്സസൈസ്. വീണ്ടും വളരെ 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 ഇമ്പോർട്ടന്റ്. രണ്ട് കാര്യങ്ങൾ ചോദിക്കും. ഒന്ന് ഇന്ത്യയും ഏത് കൺട്രിയും തമ്മിലാണ് നടന്നത്. രണ്ട് എവിടെ വെച്ചാണ് ഇത് നടന്നത്. ഈ രണ്ട് ചോദ്യങ്ങൾ എന്താണ് റിപ്പീറ്റ്ലി ചോദിക്കുന്നത് അല്ലെ. നമുക്ക് നോക്കാം. ജാമാത നമുക്ക് കേൾക്കുന്നുണ്ട്. ജാ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉറപ്പായിട്ട് എന്തായിരിക്കും ജപ്പാനും ഇന്ത്യ തമ്മിൽ. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. JA എന്നല്ലേ. അപ്പൊ ജാ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അത് ജപ്പാൻ ഉള്ളതാണ്. ഓക്കെ നോക്കി JA. അപ്പൊ എന്തായിരിക്കും ജപ്പാൻ ആൻഡ് ഇന്ത്യ തമ്മിലാണ് ഇത് കണക്ട് ചെയ്ത്. ഇനി ജാമാത എവിടെ കണക്ട് ചെയ്തത്? അത് ചെന്നൈയിലാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക. ചെന്നൈയിലാണിത് ഈ ജാമാത കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത് ബോൾഡ് കുരുക്ഷേത്ര 2025. ഓക്കെ ബോൾഡ് കുരുക്ഷേത്ര 2025 എവിടെ കണ്ടക്ട് ചെയ്തത്? സിംഗപ്പൂരാണിത്. സോറി എവിടെ കണ്ടക്ട് ചെയ്യുന്നില്ല. ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യ ആൻഡ് സിംഗപ്പൂർ തമ്മിൽ ഉള്ള ജോയിന്റ് എക്സൈസ് ആണ്. നോക്കി ഇന്ത്യ സിംഗപ്പൂർ ജോയിന്റ് എക്സൈസ് എക്സ് ബോൾഡ് കുരുക്ഷേത്ര. ഇനി നടന്നത് എവിടെയാ? നടന്നത് സിംഗപ്പൂരില്ല, നടന്നത് രാജസ്ഥാനിലാട്ടോ. നടന്നത് രാജസ്ഥാൻ. ഓക്കെ ബോൾ കുരുക്ഷേത്ര 2025 രാജസ്ഥാനിലാണ് നടന്നത്. അടുത്താണ് സിംപെക്സ് ആരൊക്കെ തമ്മിലാണ്? അതും ഇന്ത്യ സിംഗപ്പൂർ തമ്മിലാണ്. ഓക്കെ ഇത് കണ്ടക്ട് ചെയ്ത് എവിടെയാണ്? അത് കണ്ടക്ട് ചെയ്ത് സിംഗപ്പൂരിലാണ്. സിംപെക്സ് ഓക്കെ ഇത് കണക്ട് ചെയ്ത് സിംഗപ്പൂരിലാണ് ഈ ഒരു കാര്യം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിലിറ്ററി എക്സസൈസ് ഒക്കെ സ്ഥിരമായിട്ട് എന്താണ് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നോക്കാം ജാമാത. ഓക്കെ എന്നോട് പറയാം. ജാമാത ചെന്നൈയിൽ ജപ്പാൻ ആൻഡ് ഇന്ത്യ തമ്മിലുള്ളതാണ്. അതൊക്കെ കണ്ടക്ട് ചെയ്ത് ചെന്നൈയിലാണെന്ന് പറഞ്ഞു. ഇനി ബോൾഡ് കുരുക്ഷേത്ര ഏതാണ്? അത് ഇന്ത്യ ആൻഡ് സിംഗപ്പൂരാണ്. ഓക്കെ എവിടെ? രാജസ്ഥാനിൽ വെച്ച് കണ്ടക്ട് ചെയ്തു. ലാസ്റ്റ് വൺ സിംപെക്സ്. അപ്പൊ SI എന്നല്ല. അപ്പൊ എന്താണ്? സിംഗപ്പൂർ തന്നെയാണ് കണ്ടക്ട് ചെയ്തവിടെ തന്നെയാണ്. സിംഗപ്പൂർ തന്നെയാണ്. ഓക്കെ ഇന്ത്യ ആൻഡ് സിംഗപ്പൂർ കണ്ടക്ട് ചെയ്തും സിംഗപ്പൂർ. നെക്സ്റ്റ് The Youth Spiritual Summit 2025 held in Varanasi. സമ്മിറ്റുകളാണ്. എവിടെ കണ്ടക്ട് ചെയ്തത്? യൂത്ത് സ്പിരിച്വൽ സബ്മിറ്റ് 2025 കണ്ടക്ട് ചെയ്യുന്നത് വാരണാസിയിലാണ് ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് തീം? ഓക്കെ നഷാ മുക്ത് യുവ ഫോർ വികസിത് ഭാരത്. ഓക്കെ നഷാ മുക്ത്. കാരണം തീം രണ്ടുപേർക്ക് ചോദിക്കാം. ഒന്ന് ഇംഗ്ലീഷിൽ ചോദിക്കാം, മറ്റേത് ഹിന്ദിയിലും ചോദിക്കാം. അപ്പൊ രണ്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അപ്പൊ നോക്കി തീം വെച്ചാൽ എന്താണ്? നഷാ മുക്ത് യുവ ഫോർ വികസിത് ഭാരത് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഡ്രഗ് ഫ്രീ യൂത്ത് ഫോർ ഡെവലപ്ഡ് ഇന്ത്യ കേട്ടോ. ഡ്രഗ് ഫ്രീ യൂത്ത് ഫോർ ഡെവലപ്ഡ്. ഓക്കെ ഇവിടെ എഴുതാം. ഡ്രഗ് ഫ്രീ
യൂത്ത് ഫോർ ഡെവലപ്ഡ് ഇന്ത്യ ആണിത് ഇതിന്റെ ഇംഗ്ലീഷ് തീം എന്ന് പറയുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഇംഗ്ലീഷ് ചോദിക്കാം, ചിലപ്പോൾ ഇംഗ്ലീഷ് ചോദിക്കാം. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് ഒന്നെങ്കിൽ നമ്മൾ നഷാ മുക്ത് പറയാൻ മുക്തി. അപ്പോൾ നോക്കിയാൽ ഡ്രഗ് ഫ്രീ എന്നല്ല, ഡ്രഗ് ഫ്രീ യൂത്ത് ഫോർ ഡെവലപ്ഡ് ഇന്ത്യ എവിടെ വെച്ച് കണ്ടക്ട് ചെയ്ത്? വാരണാസി വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത് ഇന്ത്യസ് അക്വാടെക് പാർക്ക് വാസ് റീസെന്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ആസാം. ഓക്കെ, അക്വാടെക് പാർക്ക്, ഇന്ത്യയിലെ അക്വാടെക് പാർക്ക് എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? അത് ആസാമിലാണ്. ഞാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇന്ത്യസ് ഫസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. ഇന്ത്യസ് ഫസ്റ്റ് കണ്ടോ, ഇന്ത്യസ് ഫസ്റ്റ് അക്വാടെക് പാർക്ക് വാസ് റീസെന്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ആസാം. ആസാമിലാണ് റീസെന്റ് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, next one, Chhattisgarh government launched Niyad Nalanar scheme. Okay, Niyad Nalanar schemes, യോജനാസ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് അല്ലേ. അപ്പോൾ നിയാദ് നലാർ സ്കീം ആരാണ് ലോഞ്ച് ചെയ്തത്? അത് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ആണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് ഇതിന്റെ ഒരു എയിം എന്ന് നോക്കാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണ്? ലോഞ്ച് ഫോർ ദ വെൽഫെയർ ഓഫ് നക്സൽ എഫക്റ്റഡ് വില്ലേജസ്. അതായത് നക്സൽ എഫക്റ്റഡ് വില്ലേജസ് എന്താണ്? വെൽഫെയറിന് വേണ്ടി. ഓക്കെ, യുവർ ഗുഡ് വില്ലേജ് എന്നൊക്കെ പറയും കേട്ടോ. ഈ സ്കീമിന് പറയുന്നതാണ് യുവർ ഗുഡ് വില്ലേജ്. ഓക്കെ, ഇങ്ങനെയൊക്കെ എന്താണ് ഇങ്ങനെ കൂടെ ഇതിന് പറയും. അതാണ് ഇത് അർത്ഥം എന്ന് പറയുന്നത്. നീ വെച്ചാൽ യുവർ ഗുഡ് വില്ലേജ് സ്കീം എന്നും കൂടെ എന്താണ് ഇതിനെ അറിയപ്പെടും. അപ്പോൾ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് എന്താണ് ഇത് ലോഞ്ച് ചെയ്തിട്ട് എന്തിനു വേണ്ടിയാണ്? വെൽഫെയർ ഓഫ് ദ നക്സൽ അഫക്റ്റഡ് വില്ലേജസ്. ഓക്കെ, നക്സൽ അഫക്റ്റഡ് വില്ലേജിന്റെ വെൽഫെയറിന് വേണ്ടി തുടങ്ങിയ ഒരു സ്കീമാണിത് ഈ നിയാദ് നലാർ അല്ലെങ്കിൽ യുവർ ഗുഡ് വില്ലേജ് എന്ന് പറയുന്നത്. അടുത്താണ് തമിഴ്നാട് സ്റ്റേറ്റ് ഫസ്റ്റ് അഡോപ്റ്റഡ്. ഞാൻ പറഞ്ഞ ഫസ്റ്റ്, ഓക്കെ, അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് ഒക്കെ പറഞ്ഞ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ലേ. ഫസ്റ്റ് അഡോപ്റ്റഡ് TB ഡെത്ത് പ്രിഡിക്ഷൻ മോഡൽ ഇൻ ഇന്ത്യ. അതായത് ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം 2025 എന്താണ് 2025 കൂടി എന്താണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നതാണ്. ഓക്കെ, TB എൻഡ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ടു എൻഡ് TB ഇൻ 2025 എന്നൊക്കെ ഒരു അജണ്ടയൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് TB ഡെത്ത് പ്രിഡിക്ഷൻ മോഡൽ, അതായത് ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് അവരുടെ ഒരു ആരോഗ്യസ്ഥിതിയൊക്കെ വെച്ചിട്ട് ട്യൂബർകുലോസിസ്, ഓക്കെ, ട്യൂബർകുലോസിന്റെ ഒരു അളവ് എന്താണ് ആ ഒരു ഇന്റൻസിറ്റി കപ്പാസിറ്റി ഒരാളെ മരണത്തിലേക്ക് എത്രത്തോളം എത്തിക്കും എന്നുള്ള കപ്പാസിറ്റി പ്രഡിക്ഷൻ ആണ്. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രഡിക്ഷൻ മോഡൽ ആദ്യമായിട്ട് സ്റ്റേറ്റ് ഇംപ്ലിമെന്റ് ചെയ്തു. അത് തമിഴ്നാട് സ്റ്റേറ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അടുത്താണ് മനോഹർ ലാൽ, നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള മനോഹർ ലാൽ ലോഞ്ച് ദ അതിഥി സ്കീം ഫോർ MSME. ഓക്കെ, ബഡ്ജറ്റ് 1000 കോടി ആട്ടോ, 1000 കോടി. അപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് ഈ അതിഥി സ്കീം എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഫുൾ ഫോം നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. എഴുതിക്കോ, അസിസ്റ്റൻസ് ഫോർ deployment of energy efficient technologies in industrial establishments ആണിത് ഈ സ്കീമിന്റെ അർത്ഥം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അസിസ്റ്റൻസ് ഫോർ ഡിപ്ലോയ്മെന്റ് ഓഫ് എനർജി എഫിഷ്യന്റ് ടെക്നോളജീസ് ഇൻ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ്. ഓക്കെ, ഇതാണിത് ഇതിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നോട്ട് ചെയ്ത് നോക്കുക. അപ്പം ആരാണ് ലോഞ്ച് ചെയ്യുന്നത് നോക്കുക, ആരാണ്? മനോഹർ ലാലാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ബഡ്ജറ്റ് എത്രയാണ്? ബഡ്ജറ്റ് 1000 കോടിയാണിത് ഇതിന്റെ ബഡ്ജറ്റ് എന്നും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആട്ടോ. നെക്സ്റ്റ്, സമ്മർ വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസ്. ഓക്കെ, സമ്മർ വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. എവിടെയാണ് ഹോസ്റ്റ് ചെയ്ത്? ഹെൽഡറ്റ്. എവിടെയാണത്? ജർമ്മനിലാണിത് ഇത് നടന്നത്. അതുപോലെ ടോപ്പ് ആയതാണ്? ടോപ്പ് ആയത് ജപ്പാൻ ആണ്. വിത്ത് എത്ര മെഡൽസ് ആണ്? 79 മെഡൽസോട് കൂടി. ഓക്കെ, അപ്പോൾ ചോദിക്കാം എത്ര മെഡൽസ് ആണ് ജപ്പാൻ സ്വന്തമാക്കിയത്? എത്രയാണ്? 79 മെഡൽസോട് കൂടിയാണ് ജപ്പാൻ ഇത് സ്വന്തമാക്കിയിരിക്കുന്നത്. അടുത്ത് ഇന്ത്യ എത്രയാണ്? ഇന്ത്യ 20th റാങ്ക് ആണ്. നമുക്ക് ഇന്ത്യയുടെ റാങ്കും അതുപോലെ ടോപ്പ് 1 ആരാണ്? ഈ രണ്ട് കാര്യം നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചു നോക്കണം. അപ്പോൾ ഇന്ത്യക്ക് ടോട്ടൽ 12 മെഡൽസ്, ടോട്ടൽ 12 മെഡൽസ് ആണ് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത്. നോക്കി, 2 ഗോൾഡ്, 5 സിൽവർ, 5 ബ്രോൺസ്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 5 10 12 മെഡൽസ് ആണ് നമ്മുടെ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. സമ്മർ വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസ് നടന്നത് ജർമ്മനിലാണ്. ഓക്കെ, ടോപ്പ് ആയാലാണ് ജപ്പാനാണ് ടോപ്പ് ചെയ്ത് 79 മെഡൽസ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ 79 മെഡൽസ് ഉണ്ടായിരുന്നു. ഇന്ത്യ റാങ്ക് എത്താണ്? ഇന്ത്യ റാങ്ക് 20ാമത്തെ റാങ്കാണ് ഇന്ത്യക്ക് കിട്ടിയത്. 2 ഗോൾഡ്, 5 ബ്രോൺസ്, 5 സിൽവർ. നെക്സ്റ്റ്, ഗുജറാത്ത് സ്റ്റേറ്റ് ലോഞ്ച് ഇന്ത്യസ് ഫസ്റ്റ് ട്രൈബൽ ജിനോം സീക്വൻസിംഗ് പ്രൊജക്ട്. ഓക്കെ, അതായത് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് ഡിസീസിന് വേണ്ടി ഡിസീസിനെ കണ്ടുപിടിക്കാനും അതിനുവേണ്ടി അവർക്ക് ഒരു
പ്രിവെൻഷൻ കൊടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്താണ് ഈ ഫസ്റ്റ് ട്രൈബൽ ജിനോം സീക്വൻസിങ് പ്രൊജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സ്റ്റേറ്റ് ആണ്? ഗുജറാത്ത്. ഓക്കെ, ഗുജറാത്ത് സ്റ്റേറ്റ് ആണിത്. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് പ്രത്യേകം പറയാനുണ്ട് ഇന്ത്യസ് ഫസ്റ്റ് അല്ല, ഇന്ത്യസ് ഫസ്റ്റ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ്? ടു ടാക്കിൾ ഇൻഹെറിറ്റഡ് ഡിസീസ് ഫോർ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണിത് ഇതിന്റെ ഒരു എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അടുത്ത് ഇന്ത്യസ് ഡിജിറ്റൽ നൊമാഡ് വില്ലേജ് ഹാസ് ബീൻ ഓപ്പണിംഗ് ഇൻ സിക്കിം. ഓക്കെ, യാക്തൻ വില്ലേജ്. യാക്തൻ വില്ലേജ് എന്താണ് ഈ ഡിജിറ്റൽ നൊമാഡ് വില്ലേജ് എന്നൊക്കെ പറയുന്നത്? അതായത് അവർക്ക് എന്താണ്, അവർക്ക് ഫ്രീ ആയിട്ടുള്ള അവർക്ക് ബേസിക് നീഡ്സ് മാത്രമല്ല, അവർക്ക് എല്ലാ ടൈപ്പ് ഓഫ് അഡ്വാൻസ് ആയിട്ടുള്ള നീഡ്സ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പൊ ഇന്റർനെറ്റ്, ഓക്കെ, ഹൈ സ്പീഡ് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ ഹോം സ്റ്റേസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്താണ് ആ വില്ലേജിനെ കുറച്ചും കൂടെ എന്താണ് നമ്മൾ ഡിജിറ്റൽ നൊമാഡ് വില്ലേജ് ആക്കി, ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ അറിയാലോ, ഡിജിറ്റൽ നൊമാഡ് വില്ലേജ് ആക്കി മാറ്റുകയാണ്. ആ വില്ലേജ് സിക്കിമിലെ വില്ലേജ് ആണല്ലേ, സിക്കിമിലാണ് ആ വില്ലേജ് ഉള്ളത്. വില്ലേജിന്റെ പേരാണ് യാക്ടൻ വില്ലേജ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ, ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. അടുത്ത ഇന്ത്യ ഫസ്റ്റ് ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ. ഓക്കെ, ISO സർട്ടിഫൈഡ്, അതായത് ഇന്ത്യൻ നമ്മുടെ ക്രൈം റെക്കോർഡ്സ്, അതുപോലെ എന്താണ് അവിടുത്തെ കലാപങ്ങളുടെ ഒരു അളവ്, ഓക്കെ, അങ്ങനത്തെ ഒക്കെ നോക്കിയിട്ട് എന്താണ്, അങ്ങനത്തെ നോക്കിയിട്ട് ഇന്ത്യയിലെ എന്താണ് ഫസ്റ്റ് ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷൻ ആയിട്ട് ഏത് നമ്മുടെ കേരളത്തിലെ ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ എന്താണ് ആയി മാറിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അത് ക്രൈം റേറ്റ് ലെവലൊക്കെ, ഓക്കെ, ക്രൈം റേറ്റിന്റെ അല്ലെങ്കിൽ ക്രൈം പ്രിവെൻഷൻ ഒക്കെ നോക്കിയിട്ടാണ്, അതിന്റെ റേറ്റ് ഒക്കെ നോക്കിയിട്ടാണ്. അതുപോലെ ട്രാഫിക് കൺട്രോൾ എല്ലാം ഉണ്ട്. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ, എല്ലാ ടൈപ്പ് ഓഫ് ഫൈനുകളും കേട്ടോ. ട്രാഫിക് കൺട്രോൾ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എന്താണ്, എല്ലാ ഒബ്ജക്റ്റീവ്സ് എടുത്തിട്ടാണിത്, അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സ് നോക്കിയിട്ടാണിത് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അടുത്ത 44th യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്. നമുക്കറിയാം വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഒക്കെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. അപ്പോൾ പുതുതായിട്ട് 44ാമത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഒരു സ്ഥലം മാറിയിട്ട് നോക്കാം. എന്താണ് നോക്കി, എന്താണ് മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്സ് ആണ്. ഓക്കെ, മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്സ് ആണിത് നമ്മുടെ പുതുതായിട്ട് ഇന്ത്യയിൽ നിന്നും ആർഡർ ചെയ്യപ്പെട്ട 44ാമത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറയുന്നത്. നോക്കി എന്തൊക്കെയാണ് 12 മേജർ ഫോർട്സ്. ഓക്കെ, ടോട്ടൽ എന്താണ് ഈ മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ടോട്ടൽ 12 ഫോർട്സ് ആണുള്ളത്. അതിനകത്ത് 11 മഹാരാഷ്ട്രയിലും ഒരെണ്ണം തമിഴ്നാട്ടിലുമാണിത് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നോക്കി ഇതാണ് ഈ 11 പേര് കേട്ടോ. കാരണം മഹാരാഷ്ട്രയിലുള്ള 11 പേര് ഇതാണ്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, കാരണം ചോദിക്കാം, മേ ബി ഇതിന് ഒരെണ്ണമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കാം, നമുക്ക് പറയാൻ പറ്റാം, കുറച്ച് ടഫായി മാറാം. അതുകൊണ്ടാണ് സാൽഹർ, ശിവനേരി, ലോഹ്ദാഡ്, ഖാന്തേരി, റേഗാഡ്, രാജ്ഗാഡ്, പ്രതാപ്ഗാഡ്, സുവർണദുർഗ്, പൻഹാല, വിദ്യാദുർഗ്, സിന്ധുദുർഗ്, ലാസ്റ്റ് എന്താണ് ജിഞ്ചി ഫോർട്ട്. ഇത്രയും എന്താണ് ലാൻഡ്സ്കേപ്സ് ആണത്. ഈ 12 ഫോർട്ടുകളാണത് പുതുതായിട്ട് 44ാമത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 11 ഓൾറെഡി പറഞ്ഞു, 11 മഹാരാഷ്ട്രയിലാണ്. അതുപോലെ ബാക്കി ഒരെണ്ണം തമിഴ്നാട്. അപ്പോൾ തമിഴ്നാട്ടിലുള്ളത് മാത്രം വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചു, കാരണം ഒരെണ്ണം മാത്രമായിട്ട് നിൽക്കല്ലേ. അപ്പോൾ അതൊന്ന് ചോദിക്കാം, ഓടോൺ ഔട്ടൊക്കെ ആയിട്ട് ചോദിച്ചു നോക്കാം. അപ്പോൾ എന്താണ് അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് നിർബന്ധമാക്കും, അത് മാത്രം എന്താണ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ 42ാമത്തെ ഓക്കെ നോക്കാം. 42ാമത്തെ ഹൊയ്സാല അല്ലേ, 42ാമത്തെ ഹൊയ്സാല. കാണാൻ പറ്റില്ല അല്ലേ, 42 എന്ന വേണ്ടി എഴുതാം. ഓക്കെ, 42ാമത്തെ ഓക്കെ ഹൊയ്സാല. അതുപോലെ 43ാമത്തെ ചെറൈദിയോ. ഓക്കെ, 42 ഹൊയ്സാല, 43 എന്താണ് ചെറൈദിയോ, 44ാമത്തെ മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്സ്. അപ്പോൾ 3 വെച്ച് നോട്ട് ചെയ്ത് നോക്കുക. ഈ റീസെന്റ് ആയിട്ട് നടന്ന 3 എന്താണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 44ാമത്തെ മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്സ്. അടുത്ത് രാജസ്ഥാൻ ലോഞ്ച് ദ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ് പോവർട്ടി ഫ്രീ വില്ലേജ് സ്കീം. ഏത് സ്റ്റേറ്റ് ആണ്? രാജസ്ഥാൻ ആണ് ലോഞ്ച് ചെയ്യുന്നത് പണ്ഡിറ്റ് ദീനദയാൽ. ഓക്കെ, കേൾക്കുന്നത് അറിയാം അല്ലേ, ഉപാധ്യായ് പോവർട്ടി ഫ്രീ വില്ലേജ് സ്കീം. ഓക്കെ, പോവർട്ടി ഫ്രീ വില്ലേജ് സ്കീം ആരാണ് ചെയ്തത്? രാജസ്ഥാനാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്താണ് 5,000 വില്ലേജസ് വിൽ ബി പ്രൊവൈഡഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട്. 5000 പരം വില്ലേജ് എന്താണ് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാവുന്ന എയിമിനോടുകൂടി കൊണ്ടുവന്നതാണ്. ഓക്കെ, ഏകദേശം 300 കോടി രൂപയാണത് ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കേട്ടോ. 300 crore rupees ആണത് ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ബിലോ BPL. ഓക്കെ, BPL ആയിട്ട് ആൾക്കാരില്ലേ,
ബിലോ പോവർട്ടി ലൈനിന്റെ താഴെ കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ കാണുന്ന പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ് പോവർട്ടി ഫ്രീ വില്ലേജ് സ്കീം എന്ന് പറയുന്നു. ഇനി അടുത്താണ് ദ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ആൻഡ് റെസ്പോൺസിബിൾ മൈനിങ്. ഓക്കെ, ഒരു കോൺഫറൻസ് ആണ്. ഓക്കെ, ഇവിടെ നടന്നത് 2025 വിൽ ബി ഹെൽഡ് ഇൻ ഹൈദരാബാദ്. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു കോൺഫറൻസ് ആണ് ദ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ആൻഡ് റെസ്പോൺസിബിൾ മൈനിങ് 2025 ഹെൽഡ് ഇൻ ഹൈദരാബാദിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. അടുത്താണ് വേൾഡ് ഫുഡ് ഇന്ത്യ. അതായത് ഓക്കെ, വേൾഡ് ഫുഡ് ഇന്ത്യ എന്നുകൊണ്ടാണ് 25 തൊട്ട് 20 സെപ്റ്റംബർ വരെ നടത്തുന്നതാണ്. ഓക്കെ, ഹെൽഡ് അറ്റ് ഭാരത് ന്യൂഡൽഹിയിലുള്ള ഭാരത് മണ്ഡപത്തിലാണ് ഇത് നടക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഹോസ്റ്റഡ് ബൈ മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസിംഗ് ആൻഡ് ഇൻഡസ്ട്രീസ് ആണ് ഇത് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് വേൾഡ് ഫുഡ് ഫോർ ഇന്ത്യ എന്നുള്ള കോൺഫറൻസ് എവിടെ നടക്കുന്നത്? അത് നമ്മുടെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപം സ്ഥലത്താണ് ഇത് നടക്കാൻ പോകുന്നത്. ഇനി ഹോസ്റ്റ് ചെയ്യുന്ന ഫുഡുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ ഫുഡ് പ്രോസസിംഗ് ആൻഡ് ഇൻഡസ്ട്രീസ് ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നതെന്ന് കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ന്യൂഡൽഹി ആണെങ്കിൽ മിക്കപ്പോഴും അത് ഭാരത് മണ്ഡപത്തിലായിരിക്കും അത് നടക്കാൻ പോകുന്നത്. Next one, INS Nishta become India's first indigenous diving support ship. Okay, ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് വീണ്ടും അല്ലേ ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജീനിയസ് ഡൈവിംഗ് സപ്പോർട്ട് ഷിപ്പ്. അതായത് സബ്മറീൻസ് ഒക്കെ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരില്ലേ, ട്രാപ്പായി കിടക്കുന്ന ആൾക്കാർക്ക്, അപ്പോൾ അവരൊക്കെ അസിസ്റ്റ് ചെയ്യാൻ അവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു സംഭവമാണ് INS Nishta എന്ന് പറയുന്നത്. ആദ്യത്തെ ഇൻഡിജീനിയസ് ഡൈവിംഗ് സപ്പോർട്ട് എന്താണ് സപ്പോർട്ട് ഷിപ്പ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ടു ഹെൽപ്പ് ട്രാപ്ഡ്, ഓക്കെ ടു ഹെൽപ്പ് trapped submarines. ഓക്കെ, ട്രാപ്പ് കിടക്കുന്ന സബ്മറീൻസിനും ഒക്കെ അതുപോലെ അതിനകത്ത് ഉള്ളവരൊക്കെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അടുത്ത് ദ പഞ്ചാബ് സ്റ്റേറ്റ് ലോഞ്ച് ദ മുഖ്യമന്ത്രി സെഹത് യോജന. വീണ്ടും യോജന മുഖ്യമന്ത്രി സെഹത് യോജന. ഓക്കെ, ഓഫറിംഗ് 10 lakhs ആണ് കേട്ടോ, ഒരു സ്പേസ് ഉണ്ട്, 10 lakh ഹെൽത്ത് കെയർ കവർ ആനുവലി. ഓക്കെ, ആനുവലി നമ്മുടെ ഭഗവന്ത് മാൻ ആണ് ഇത് അനൗൺസ് ചെയ്തത് കേട്ടോ. ബൈ ഭഗവന്ത് മാൻ. ഓക്കെ, പഞ്ചാബിന്റെ CM ഭഗവന്ത് മാൻ ആണ് ഈ ഒരു മുഖ്യമന്ത്രി സെഹത് യോജന എന്ന് പറയുന്ന യോജന എന്താണ് പുതുതായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതായത് 10 ലക്ഷം വരെയുള്ള ഹെൽത്ത് കെയർ, 10 ലക്ഷം രണ്ടിൽ വരുന്ന കംപ്ലീറ്റ് തന്നെ ഹെൽത്ത് കെയർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്താണ് കവർ ലഭിക്കാൻ വേണ്ടിയുള്ള സ്കീമാണ് മുഖ്യമന്ത്രി സെഹത് യോജന എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് ബൾഗേറിയ ബിക്കം 21st മെമ്പർ ടു അഡോപ്റ്റ് ദ യൂറോ കറൻസി. ഓക്കെ, യൂറോ കറൻസി അഡോപ്റ്റ് ചെയ്യുന്ന 21ാമത്തെ എത്രാമത്തെയാണ് 21st മെമ്പറായിട്ട് ആര് മാറിയിട്ടുണ്ട്? ബൾഗേറിയ മാറിയിട്ടുണ്ട് കേട്ടോ. അടുത്ത് ഏഷ്യാസ് ബിഗ്ഗസ്റ്റ് ജംഗിൾ സഫാരി ബീങ് ഡെവലപ്ഡ് ഇൻ ഹരിയാന. ഓക്കെ, ഏഷ്യ തന്നെ ബിഗ്ഗസ്റ്റ് കണ്ടോ, ഏഷ്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ചോദിക്കാം. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ജംഗിൾ സഫാരി എവിടെയാണ്? അത് നമ്മുടെ ഹരിയാനയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആരവല്ലി റേഞ്ചസ് അതാണ് ഇതിന്റെ മെയിൻ സംഭവം കേട്ടോ. ആരവല്ലി റേഞ്ചസ് അല്ലേ, ഈ ആരവല്ലി റേഞ്ചസ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഹരിയാനയിലെ ആരവല്ലി റേഞ്ചസ് ആണ് ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ജംഗിൾ സഫാരി ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്താണ് ഇന്ത്യസ് ഫസ്റ്റ് വുഡൻ ഗുരുദ്വാര ഹാസ് ബീൻ ഓപ്പൺ ഇൻ ഫസിൽക്ക പഞ്ചാബ്. ഓക്കെ, ഗുരുദ്വാരയാണ് ഈ ഫസ്റ്റ് എന്നൊക്കെ ഉള്ള ടേംസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ടും ചോദിക്കാം. അപ്പോൾ ഇന്ത്യസ് ഫസ്റ്റ് വുഡൻ ഗുരുദ്വാര, വുഡൻ ആണ്, വെറും ഗുരുദ്വാര അല്ല, അതാണ് ഫസ്റ്റ് ഇതേ കാണുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് വുഡൻ ഗുരുദ്വാര എവിടെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്? ഓക്കെ, അതായത് ഫസിൽക്ക, പഞ്ചാബിലെ ഫസിൽക്ക സ്ഥലത്താണ് ഇത് പുതുതായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത നമുക്ക് കുറച്ച് അവാർഡ്സ് നോക്കാം. ഓക്കെ, പെൻ പിൻഡർ പ്രൈസ്. ഓക്കെ, അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് നമുക്കറിയാലോ, അവാർഡ്സ് ഹോണേഴ്സ് ഒക്കെ സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ചോദിക്കുന്നത്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രമായിരിക്കും ഒരു കറണ്ട് അഫയർ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എപ്പോഴും അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നോക്കാം, പെൻ പിൻഡർ പ്രൈസ് ആർക്ക് കിട്ടിയത്? അത് ലീല അബൂലല. ഓക്കെ, ലീല അബൂലയ്ക്കാണ് ഇത് പെൻ പിൻഡർ പ്രൈസ് 2025 കിട്ടിയിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കാം, സൊനാലി മിശ്ര ബിക്കം ദ ഫസ്റ്റ് വുമൺ ഡയറക്ടർ ജനറൽ ഓഫ് RPF. ഓക്കെ, നമ്മുടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ആദ്യത്തെ RPFന്റെ ഫസ്റ്റ് അല്ലെ, നമ്മുടെ ഫസ്റ്റ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലെ. ഫസ്റ്റ് വുമൺ ഡയറക്ടർ ജനറൽ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ സൊനാലി മിശ്രനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് അപ്പോയിന്റ്മെന്റ് ആണ്, ഒന്ന് അവാർഡ്സ് ആണ്. പെൻ പിൻഡർ പ്രൈസ് ആർക്കാണ് ലഭിച്ചത്? പെൻ പിൻഡർ പ്രൈസ് ലീല അബൂലയ്ക്ക് ലഭിച്ചു. അതുപോലെ സൊനാലി മിശ്ര എന്താണ് ഫസ്റ്റ് ഡയറക്ടർ ഫസ്റ്റ് DG ആയി ചോദിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് DG ഓഫ് RPF ആണ്. ഫസ്റ്റ് വുമൺ DG ഓഫ് RPF എന്ന് വെച്ചാൽ സൊനാലി മിശ്രയാണെന്നും നോട്ട് ചെയ്ത് വെക്കുക. അടുത്താണ് വർഷ ദേശ്പാണ്ഡെ ഹാസ് വോൺ ദ UN പോപ്പുലേഷൻ അവാർഡ്. ഓക്കെ, വീണ്ടും അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് ആണ്. ആരാണ്? വർഷ ദേശ്പാണ്ഡെ.
ഓക്കെ, വർഷ ദേശ്പാണ്ഡെ ഹാസ് വോൺ ദ UN പോപ്പുലേഷൻ അവാർഡ് ലഭിച്ചാണ് വർഷ ദേശ്പാണ്ഡെ. അടുത്താണ് ആസ്ഥ പൂനിയ. ഓക്കെ, ആസ്ഥ പൂനിയ ബിക്കം ദ ഫസ്റ്റ്, വീണ്ടും അതെ, ആസ്ഥ പൂനിയ ബിക്കം ദ ഫസ്റ്റ് വുമൺ നേവി ഫൈറ്റർ പൈലറ്റ്. ഓക്കെ, ഫസ്റ്റ് വുമൺ, നമ്മൾ അടച്ചുമ്പോൾ സൊനാലി മിസ് ഉണ്ടാവില്ല, ഫസ്റ്റ് വുമൺ അല്ലെ, ഫസ്റ്റ് വുമൺ നേവി ഫൈറ്റർ പൈലറ്റ് എയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥയാണ് ആസ്ഥ പൂനിയ ബിക്കം ദ ഫസ്റ്റ് വുമൺ നേവി ഫൈറ്റർ പൈലറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ആദ്യത്തെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, ഫസ്റ്റ് ഫൈറ്റർ പൈലറ്റ് ഒക്കെയാണ്. ആ പേര് എന്തായാലും നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, കാരണം ചോദിക്കാൻ ഹൈ ചാൻസ് ഉള്ള ചോദ്യമാണ്. നെക്സ്റ്റ്, ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ്. ഓക്കെ, അതായത് ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് കണ്ടക്ട് ചെയ്തിരുന്നു. അതിനകത്ത് ഇന്ത്യക്ക് എത്ര സമയം നോക്കാം. ഇന്ത്യ ഒബ്ടൈൻഡ് 7th പൊസിഷൻ അറ്റ് ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ്. 7ാമത്തെ പൊസിഷൻ കേട്ടോ. എത്രാമത്തെയാണ്? 7th പൊസിഷൻ. പ്രത്യേകം നോട്ട് ചെയ്യുക, 7th. ഇന്ത്യ 7th അല്ലേ, 7th 7ാമത്തെ പൊസിഷൻ ആണത് ഈ IMO അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിൽ എന്താണ് ഇന്ത്യക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തൊക്കെ. 7th പൊസിഷൻ ഇന്ത്യ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് ആണ്. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഇവന്റും കൂടിയാണ്, പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, ഇന്ത്യ ബിക്കം ദ 4th ലാർജസ്റ്റ് ബയോഫ്യൂൽ യൂസർ ഇൻ ദ വേൾഡ് ഇൻ 2024. ഓക്കെ, എത്രാമത്തെയാണ്? 4th. നമുക്ക് ചൈനയിൽ എങ്ങാണ്ട് നമ്മൾ ബീറ്റ് ചെയ്തിട്ടാണ്, നമ്മൾ 5ാം സ്ഥാനത്തായിരുന്നു. പിന്നീട് എന്താണ് ചൈനയെ ബീറ്റ് ചെയ്തതിനു ശേഷം എന്താണ്, ഓക്കെ, ചൈനയെ നമ്മൾ ഓട്ടോക്ക് ഇതാണത് 4th ലാർജസ്റ്റ് ബയോഫ്യൂൽ യൂസർ ഇൻ ദ വേൾഡ് ആയി മാറി. 2024 കണക്കാണ്. 2024 കണക്ക് എപ്പോഴാണ് വരുന്നത്? 2025 വരുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യ എന്താണ്, ഇന്ത്യ 4ാമത്തെ. അപ്പോൾ ചോദിക്കാം കേട്ടോ, അതായത് നമ്മുടെ ലാർജസ്റ്റ് ബയോഫ്യൂൽ യൂസേഴ്സിന് കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ റാങ്ക് എത്രാമെന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ചൈനയായിരുന്നു 4th, ചൈന ഓട്ടോക്ക് ഇതാണ് നമ്മൾ ഈ ഒരു സ്ഥാനത്തേക്ക് 4th പ്ലേസിലേക്ക് എത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് അടുത്താണ് ഹിമാചൽ പ്രദേശ് ബിക്കം ദ ഫസ്റ്റ് ടു യൂസ് ദ ഫേസ് ID ടെക്നോളജി ഫോർ റേഷൻ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ഇപ്പൊ എന്താ, നമ്മൾ റേഷൻ കടയിൽ പോകുമ്പോൾ എന്താ സാധാരണ നമ്മുടെ തമ്പ് അല്ലേ, അല്ലെങ്കിൽ ഫിംഗർ ആണ് നമ്മൾ വെക്കാറ്. അപ്പൊ എന്താണ് ഹിമാചൽ പ്രദേശ് അനുവർ എന്താണ്, നമ്മൾ ഫേസ് ID, ഓക്കെ, പുതുതായിട്ട് കാണിച്ചേക്കാണ്. ഹിമാചൽ പ്രദേശ് ഫേസ് ID കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലേ, ഫേസ് ID ടെക്നോളജി ഫോർ റേഷൻ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതിലോട്ട് എന്താണ് ഫേസ് ID ആയിരിക്കും അവരെന്താണ് നോക്കുന്നത്, തമ്പ് ഇംപ്രഷൻ ഒന്നും അല്ല. ഇപ്പൊ എന്താണ് ഫേസ് ID എന്നൊരു സംഭവം എന്താണ് അവർ ആദ്യമായിട്ട് പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഹിമാചൽ പ്രദേശ് ബിക്കം ദ ഫസ്റ്റ് ടു യൂസ് ദ ഫേസ് ID ടെക്നോളജി ഫോർ റേഷൻ ഡിസ്ട്രിബ്യൂഷൻ കേട്ടോ. Next, Quad Group launched the first ever at-sea observer mission. Okay, Quad Group. അല്ലേ, ഏതൊക്കെ ക്വാഡ്? ഇന്ത്യ, USA, ഓക്കെ, ജപ്പാൻ, ഓസ്ട്രേലിയ. ഇന്ത്യ, USA, ജപ്പാൻ, ഓസ്ട്രേലിയ അല്ലെ. ഇപ്പൊ ഇവർ 4 പേരാണെന്ത് നമ്മൾ ക്വാഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലെ. ക്വാഡ് ഗ്രൂപ്പ് ലോഞ്ച് ദ ഫസ്റ്റ് എവർ അറ്റ് സീ ഒബ്സർവർ മിഷൻ. അപ്പോൾ ചോദിക്കാം, അറ്റ് സീ ഒബ്സർവർ മിഷൻ എന്ന് പറയുന്ന സംഭവം ലോഞ്ച് ചെയ്തത് ആരൊക്കെ തമ്മിലാണ്, അല്ലെങ്കിൽ ഈ ക്വാഡ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ തന്നിട്ട് ചോദിക്കാം, എന്താണ് ഇന്ത്യ, USA, ജപ്പാൻ ആണ് ഡാഷ് ലോഞ്ച് ദ അറ്റ് സീ ഒബ്സർവർ മിഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യം മിസ്സാക്കി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, അങ്ങനെ ചോദിക്കാം. അപ്പോൾ അറ്റ് സീ ഒബ്സർവേഷൻ മിഷൻ ആരെന്ന് പഠിച്ചാൽ മതി, ക്വാഡ് ഗ്രൂപ്പ് ആണെന്ന് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ക്വാഡ് ഗ്രൂപ്പ് ആരെയാണെന്ന് പഠിച്ചു നോക്കണം. ഇന്ത്യ, USA, ജപ്പാൻ, ഓസ്ട്രേലിയ ആണ് ഈ ക്വാഡ് ഗ്രൂപ്പ് എന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. Next, Ramona Iveti Pereira entered the Golden Book of World Records with a 170-hour ഭരതനാട്യം പെർഫോമൻസ്. 170 മണിക്കൂർ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഭരതനാട്യം പെർഫോമൻസ് നടത്തിയതിന്റെ പേര് എന്താണ്, ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച വ്യക്തിയാണ് റെമോണ ഇവേറ്റി പെരേര എന്ന് പറയുന്നത് കേട്ടോ. 170 hours. ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഒക്കെ ഉണ്ട്, 10 minutes ഒന്ന് ജസ്റ്റ് വെള്ളം കുടിക്കാനൊക്കെ. എന്നാലും 170 ആയിട്ട് 10 minutes ശേഷം വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ എന്താണ് ടോട്ടൽ നോക്കുകയാണെങ്കിൽ 170 മണിക്കൂർ എന്നാണ് കണ്ടിന്യൂസ് ആയിട്ട് ഭരതനാട്യ പെർഫോമൻസ് എന്താണ് പെർഫോം ചെയ്തുകൊണ്ട് റെമോണ ഇവേറ്റി പെരേര എന്താണ് ഒരു ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഒരു റെക്കോർഡ് എന്താണ് സ്ഥാപിച്ചിരിക്കുകയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓൾറെഡി ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു 137 ഹവേഴ്സിന്റെ. ആ റെക്കോർഡ് എത്തിക്കൊണ്ടാണ് ഈ ഒരു റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, 1 lakh crore outlay was approved by the യൂണിയൻ ക്യാബിനറ്റ് ഫോർ ദ RDI സ്കീം. ഓക്കെ, അതായത് റിസർച്ച് ഡെവലപ്മെന്റ് അതുപോലെ ഇന്നോവേഷൻ. അതാണ് RD എന്ന് പറയുന്നത്, റിസർച്ച് ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ. RDI, റിസർച്ച് ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ. ഓക്കെ, റിസർച്ച് ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ, അതാണ് RD സ്കീം പറയുന്നത്. 1 lakh crore ഔട്ട്ലേ ആണെന്ന് ഈ 3 കാര്യത്തിന് വേണ്ടി അപ്രൂവ് ചെയ്തിരിക്കുന്നത്. എന്താണ് സംഭവം? അതായത് എൻകറേജ് പ്രൈവറ്റ് സെക്ടറിന്റെ എന്താണ് അവരുടെ ഫംഗ്ഷനിങ് ഒക്കെ സ്മൂത്ത് ആക്കാനും അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ സംഭവമാണ് ഈ RDI സ്കീം എന്ന് പറയുന്നത്.
അതിനുവേണ്ടി 1,00,000 കോടി ഔട്ട്ലേ ആണ് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ഉണ്ടെന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ. 1 lakh crore. അപ്പോൾ ചോദിക്കാം കറക്റ്റായിട്ട് എത്ര മാറ്റി വെച്ചെന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ കാണാറുണ്ട് കേട്ടോ. അടുത്ത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്സ് ഫാസ്റ്റ് പട്രോൾ വെസൽ FPV അതൽ വാസ് കമ്മീഷൻഡ് ഇൻ ഗോവ. എവിടെയാണ്? ഗോവ. ഫസ്റ്റ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ പുതിയ സംഭവമാണ് ഫാസ്റ്റ് പട്രോൾ വെസൽ FPV. അതിന്റെ പേരാണത് അതൽ എന്ന് പറയുന്നത്. അതൽ എവിടെയാണ്? അത് വാസ് കമ്മീഷൻ ഇൻ ഗോവ. ഗോവയിൽ എന്താണ് ആദ്യമായിട്ട് അതൽ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. അടുത്താണ് ഇന്ത്യസ് ഫസ്റ്റ് ഹിന്ദി മീഡിയം MBBS കോളേജ് ടു ഓപ്പൺ ഇൻ മധ്യപ്രദേശ്. ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് അല്ലേ. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇന്ത്യസ് ഫസ്റ്റ് ഹിന്ദി മീഡിയം MBBS കോളേജ് ടു ഓപ്പൺ എവിടെയാണ്? മധ്യപ്രദേശിൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. മധ്യപ്രദേശ് ഫസ്റ്റ് ഹിന്ദി മീഡിയം അല്ലേ, ഫസ്റ്റ് ഹിന്ദി മീഡിയം. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് ആണ് ഡൽഹി സിറ്റി ഹാസ് ബീൻ റാങ്ക്ഡ് ആസ് ദ വേൾഡ്സ് മോസ്റ്റ് അഫോർഡബിൾ സ്റ്റുഡൻറ് സിറ്റി. അതായത് വേൾഡിൽ തന്നെ മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റുഡൻറ് സിറ്റി ആയിട്ട് ഏത് സിറ്റിനാണ്? ഡൽഹി സിറ്റിനെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് തൊട്ട് മോസ്റ്റ് അഫോർഡബിൾ സിറ്റി എന്നൊക്കെ പറയില്ല. അപ്പം ആ ഒരു കാറ്റഗറിയിൽ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ, മോസ്റ്റ് മോസ്റ്റ് അഫോർഡബിൾ സ്റ്റുഡൻറ് സിറ്റി ആയിട്ട് ഈ സിറ്റിനാണ്? ഡൽഹി സിറ്റിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ്. അടുത്താണ് ബീഹാർ സ്റ്റേറ്റ് ഹാസ് അനൗൺസ് ടു ക്രിയേറ്റ് ദ സ്റ്റേറ്റ് സഫാരി കർമ്മചാരി കമ്മീഷൻ. ഓക്കെ, സ്റ്റേറ്റ് സഫാരി കർമ്മചാരി കമ്മീഷൻ. ഏത് സ്റ്റേറ്റ് ആണ്? ബീഹാർ സ്റ്റേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നോക്കി എന്താണ് നോക്കി, ഫോർ സോഷ്യോ എക്കണോമിക് അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് സാനിറ്റേഷൻ വർക്കേഴ്സ്. ഓക്കെ, അതായത് ഈ സാനിറ്റേഷൻ വർക്കേഴ്സിന് എന്താണ് അവരുടെയൊക്കെ ഒരു ഉന്നമനത്തിന് വേണ്ടി എന്താണ് തുടങ്ങിയ ഒരു സ്കീമാണത് ടു ക്രിയേറ്റ് ദ സ്റ്റേറ്റ് സഫാരി കർമ്മചാരി കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സ്റ്റേറ്റ് ആണ് ഇത് ലോഞ്ച് ചെയ്ത്, അതുപോലെ എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആട്ടോ. അടുത്ത് ഇന്ത്യ ആൻഡ് യുണൈറ്റഡ് കിങ്ഡം സൈൻഡ് ദ കോംപ്രിഹെൻസീവ് എക്കണോമിക് ആൻഡ് ട്രേഡ് എഗ്രിമെന്റ്. അത് ബയലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് ആണ്. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്സ് നമ്മൾ മിലിറ്ററി എക്സൈസ് പഠിക്കാറുണ്ട്, അതുപോലെ തന്നെ സെയിം ആണ് ഈ കാണുന്ന എന്താണ് ഒരു ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും അതുപോലെ UK. ഓക്കെ, ഇന്ത്യ ആൻഡ് UK. ഇന്ത്യ ആൻഡ് UK സൈൻ ദ കോംപ്രിഹെൻസീവ് എക്കണോമിക് ആൻഡ് ട്രേഡ് എഗ്രിമെന്റ് അല്ലെങ്കിൽ ബയലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് ആരൊക്കെ തമ്മിൽ സൈൻ ചെയ്ത്? ഇന്ത്യ ആൻഡ് UK. അടുത്താണ് ഇസ്രായേൽ ഹാസ് ലോഞ്ച് ഇറ്റ്സ് മോസ്റ്റ് അഡ്വാൻസ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് നെയ്മഡ് ഡ്രോർ 1. അതായത് പുതുതായിട്ട് ആരാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? ഇസ്രായേൽ എന്താ ലോഞ്ച് ചെയ്തിരിക്കുന്നത്? നെയ്മഡ് ഡ്രോർ 1 എന്ന് പറയുന്ന പുതിയ സാറ്റലൈറ്റ്, അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആരാ ലോഞ്ച് ചെയ്തിരിക്കുന്നത്? അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ ആണ്. അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഓക്കെ, ചോദിക്കാം, മേ ബി എന്താണ് ചോദിക്കാൻ പറ്റിയ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഗുജറാത്ത് became the first state to join the ക്രൂയിസ് ഭാരത് മിഷൻ. അതായത് ക്രൂയിസ് ഭാരത് മിഷനിൽ ആദ്യമായിട്ട് ചേരുന്ന ഫസ്റ്റ് സ്റ്റേറ്റ് ആരാണ്? ഈ സ്റ്റേറ്റ് ആണ് ഗുജറാത്ത് സ്റ്റേറ്റ് ആണെന്ന് ആദ്യമായിട്ട് ക്രൂയിസ് മിഷൻ ഭാരത് മിഷന്റെ ഭാഗമാവുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്രൂയിസ് ഭാരത് മിഷന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആട്ടോ. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന തരത്തിലുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യമായിട്ട് ക്രൂയിസ് ഭാരത് മിഷനിൽ ചേർന്ന ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ ഗുജറാത്ത് ആണ്. Next, Sara Chowdhury has won the 2025 Shakti Bhatt Prize for debate memoir The Lucky Ones. Okay, The Lucky Ones എന്നുള്ള ഒരു ഡിബേറ്റ് മെമ്മോർ ആരാണ്? സാറ ചൗധരി ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് 2025 ശക്തി ഭട്ട് പ്രൈസ് ലഭിച്ചത്. ശക്തി ഭട്ട് പ്രൈസ് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിക്കാം? സാറ ചൗധരി അല്ലേ. ഓക്കെ, ഇത് ലഭിച്ചത് സാറ ചൗധരിക്കാണ്. അതുപോലെ ഏതിനാണെന്ന് ചോദിക്കാം? ഏതിനാണ്? ദ ലക്കി വൺസ് എന്നതിനാണ് ഈ അവാർഡ് ലഭിച്ചത്. അടുത്ത് ഡോക്ടർ വി നാരായൺ ഹാസ് ബീൻ ഹോണർഡ് വിത്ത് ദ GP ബിർള മെമ്മോറിയൽ അവാർഡ്. ഓക്കെ, GP ബിർള മെമ്മോറിയൽ അവാർഡ് ലഭിച്ചവർക്കാണ്? ഡോക്ടർ വി നാരായൺ ആണ്. ഈ GP നമ്മുടെ ISROയുടെ ചെയർമാൻ ഡോക്ടർ വി നാരായൺ ആണ് ഹാസ് ബീൻ ഹോണർഡ് വിത്ത് ദ GP ബിർള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് സെക്ഷനിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവാർഡാണ്. അപ്പോൾ ആർക്കാണ് ലഭിച്ചത്? ഡോക്ടർ വി നാരായൺ ആണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ആണ് അജയ് സെയ്ത്ത് ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ചെയർമാൻ ഓഫ് IRDAI. ഓക്കെ, പുതിയ വീണ്ടും ഒരു ഇമ്പോർട്ടൻ്റ് അപ്പോയിന്റ്മെന്റ് ആണ്. എന്താ? IRDAയുടെ പുതിയ ചെയർമാൻ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? അജയ് സെയ്ത്തിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അപ്പോയിന്റ്മെന്റ്സിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഫിക്കിയുടെ ചെയർമാൻ, ഓക്കെ, IRDAയുടെ ചെയർമാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അടുത്ത നെക്സ്റ്റ് ആണ്
സുഹാനി ഷാ become the first Indian to win the Oscar for Magicians. വീണ്ടും നെക്സ്റ്റ് ഒരു അവാർഡ്സ് അല്ലേ? ഓക്കെ, അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സുഹാനി ഷാ become the first Indian to win the Oscar for Magicians. Okay, Oscar for Magicians എന്ന അവാർഡ് ആർക്കാണ് ലഭിച്ചത്? സുഹാനി ഷായ്ക്കാണ് ഇത് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് ഇന്ത്യസ് ഫസ്റ്റ് മൈനിങ് ടൂറിസം പ്രൊജക്ട് ഹാസ് ബീൻ ലോഞ്ച്ഡ് ഇൻ ജാർഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ്, ലാർജസ്റ്റ്, ബിഗസ്റ്റ് ഒക്കെ അല്ലേ, എപ്പോഴും പറയുന്ന അല്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ മൈനിങ് ടൂറിസം പ്രൊജക്ട്, ഇന്ത്യസ് ഫസ്റ്റ് മൈനിങ് ടൂറിസം പ്രൊജക്ട് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് ജാർഖണ്ഡിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് മൈനിങ് ടൂറിസം പ്രൊജക്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ജാർഖണ്ഡിലാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നെക്സ്റ്റ് സ്പോർട്സ് ബന്ധപ്പെട്ടാണ്. ദീപിക സെഹ്റാവത്ത് നമുക്കറിയാം, ഓക്കെ, ഹോക്കി പ്ലെയർ ദീപിക സെഹ്റാവത്ത് become the first Indian player to win the prestigious Polygrass Magic Skill Award. ഓക്കെ, Polygrass ഒരു സ്പോർട്സ് അവാർഡാണ്, Polygrass Magic Skill Award. ഓക്കെ, Polygrass Magic Skill Award ലഭിച്ചിരിക്കുന്നത് അത് നമ്മുടെ ദീപിക സെഹ്റാവത്തിനാണ് ലഭിച്ചിരിക്കുന്നത്, Polygrass Magic Skill Award. ഓക്കെ, ഇനി അടുത്താണ് പ്രിയ നായർ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ സിഇഒ ആൻഡ് MD ഓഫ് HUL. ഓക്കെ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് ആണ് HUL കേട്ടോ. ഹിന്ദുസ്ഥാൻ ലിവർ ലിമിറ്റഡ് ആണ് HUL എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പുതിയ MD ആൻഡ് CEO ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? ഓക്കെ, പ്രിയ നായറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ആണ് ധർമ്മേന്ദ്ര പ്രധാൻ റിസീവ്ഡ് ദ കലിംഗ രത്ന അവാർഡ് 2024. വീണ്ടും അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് അല്ലേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻസ് അവാർഡ്സ് ആണ്. ഓക്കെ, ധർമ്മേന്ദ്ര പ്രധാൻ റിസീവ്ഡ് ദ കലിംഗ രത്ന അവാർഡ്. ഓക്കെ, കലിംഗ രത്ന അവാർഡ് 2024 ആർക്കാണ് ലഭിച്ചത്? ധർമ്മേന്ദ്ര പ്രധാനാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. അടുത്ത് ആർ ദൊരൈസ്വാമി ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ MD ആൻഡ് CEO ഓഫ് LIC. വീണ്ടും നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ് LIC. LIC എന്ന ഫോം ചെയ്ത് 1956 ആണത് LIC ഫോം ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് ചെയ്യുന്നത് മുംബൈയിലാട്ടോ. ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണെന്ത് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആർ ദൊരൈസ്വാമി ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ MD ആൻഡ് CEO ഓഫ് LIC. LICയുടെ പുതിയ MD ആൻഡ് CEO ആയിട്ടാണ് ആർ ദൊരൈസ്വാമിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അടുത്താണ് ഇന്ത്യ ലോഞ്ച് ദ വേൾഡ്സ് ഫസ്റ്റ്, വീണ്ടും വേൾഡിലെ ഫസ്റ്റ് അല്ലേ, വേൾഡ്സ് ഫസ്റ്റ് ട്രഡീഷണൽ നോളജ് ഡിജിറ്റൽ ലൈബ്രറി. ഓക്കെ, ട്രഡീഷണൽ വേൾഡ്സ് ഫസ്റ്റ്. ഓക്കെ, വേൾഡ്സ് ഫസ്റ്റ് ട്രഡീഷണൽ നോളജ് ഡിജിറ്റൽ ലൈബ്രറി. ഓക്കെ, ഇന്ത്യ ആണിത് ലോഞ്ച് ചെയ്യുന്നത്. അതായത് പഴയതായിട്ടുള്ള ആൻഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്റ്റഡീസും കാര്യങ്ങളൊക്കെ എന്താണ് പ്രിസർവ് ചെയ്യാനും അത് കളക്ട് ചെയ്ത് വെക്കാനും തുടങ്ങിയതാണ് ഈ ലൈബ്രറി എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ആൻഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെക്കാനും പ്രിസർവ് ചെയ്യാനൊക്കെ എന്താണ് ഒരു ഫസ്റ്റ് ഡിജിറ്റൽ ലൈബ്രറി എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആണ് ന്യൂഡൽഹി വിൽ ഹോസ്റ്റ് ദ ഫസ്റ്റ് ഗ്ലോബൽ കോൺഫറൻസ് ഓൺ മാനുസ്ക്രിപ്റ്റ് ഹെറിറ്റേജ്. ഓക്കെ, ആരാണ്? ന്യൂഡൽഹി ആണെന്ത് എന്ത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് ഗ്ലോബൽ കോൺഫറൻസ് ഓൺ മാനുസ്ക്രിപ്റ്റ് ഹെറിറ്റേജ്. എന്താണ്? റീക്ലെയിമിംഗ് ഇന്ത്യാസ് നോളജ് ലെഗസി ത്രൂ മാനുസ്ക്രിപ്റ്റ് ഹെറിറ്റേജ്. അതായത് ഓൾറെഡി ഇന്ത്യയിലുണ്ടായിരുന്ന പണ്ഡിതന്മാരുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്, അതൊക്കെ എന്താണ് വീണ്ടും പറയാൻ വേണ്ടി തുടങ്ങിയാണത് ഈ മാനുസ്ക്രിപ്റ്റ് ഹെറിറ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എവിടെയാണ്? ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ് ആദ്യത്തെ ഗ്ലോബൽ കോൺഫറൻസ് ഇതിന്റെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത നെക്സ്റ്റ് ആണ് ആസാം ഗവൺമെന്റ് ലോഞ്ച് ദ ഗജമിത്ര സ്കീം ടു സ്റ്റോപ്പ് ഹ്യൂമൻ എലിഫന്റ് കോൺഫ്ലിക്റ്റ്. അതായത് ഞാൻ പറയല്ലോ, ഈ ഗജമിത്ര വെച്ചാൽ എന്തായിരിക്കും? ഗജം വെച്ചാൽ ആന അല്ലെ, എലിഫന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗജമിത്ര, അപ്പോൾ ആനകളെ മിത്രമാണ്, സുഹൃത്തുക്കളെ പോലെ കണ്ട്, അതായത് ഈ ആനിമൽസും അതുപോലെ ഈ എലിഫൻസും അതുപോലെ ഫാമേഴ്സൊക്കെ തമ്മിൽ എന്താ പറയുക, അവരുടെ കൃഷി നശിപ്പിക്കുക, അങ്ങനത്തെ കുറേ കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മാറ്റാനും അതുപോലെ ഈ ആനകളെ വേട്ടയാടുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കാനൊക്കെ വേണ്ടി ആസാം ഗവൺമെന്റ് ലോഞ്ച് ചെയ്തതാണ് ഈ ഗജമിത്ര സ്കീം എന്ന് പറയുന്നത്. അടുത്ത്
Telangana state has won the award for leadership in battery manufacturing. Okay, award for leadering, അതായത് ബാറ്ററി മാനുഫാക്ചറിങ്ങിന്റെ കാര്യത്തിൽ അവാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് എന്താണ് ഫസ്റ്റ് കിട്ടിയ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ടോപ്പ് ആയ സ്റ്റേറ്റ് ആണത് തെലങ്കാന. തെലങ്കാന സ്റ്റേറ്റ് ഹാസ് വോൺ ദ അവാർഡ് ഫോർ ലീഡർഷിപ്പ് ഇൻ ദ ബാറ്ററി മാനുഫാക്ചറിങ്. ബാറ്ററി മാനുഫാക്ചറിങ് കാര്യത്തിൽ ഒരു അവാർഡ് തെലങ്കാനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ്, the 11th India Maize Summit has been held in New Delhi, organized by FICCI. അതായത് ഫിക്കി ഓർഗനൈസ് ചെയ്യുന്നതാണത് ഈ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്നത്. എവിടെയാണ്? ദ 11th ഇന്ത്യ മെയ് സമ്മിറ്റ്. നോക്കി, ആരാണ് ഇനാഗ്രേറ്റ് ബൈ ശ്രീ ശിവരാജ് സിംഗ് ചൗഹാൻ. എന്ന് കാണാൻ പറ്റുന്ന അറിയില്ല. ശ്രീ ശിവരാജ് സിംഗ് ചൗഹാൻ, അഗ്രികൾച്ചർ മിനിസ്റ്റർ ആയ ശിവരാജ് സിംഗ് ചൗഹാൻ ആണത് ഇത് ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. എവിടെയാണെന്ന്? ഓക്കെ, സമ്മിറ്റ് ഹാസ് ബീൻ ഹെൽഡ് ഇൻ ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിലാണത് ഇത് ഹെൽഡ് ചെയ്തിരിക്കുന്നത്. ഫിക്കി എന്താണ്? ഫിക്കി എന്താണ്? ഫിക്കി ഓക്കെ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചാമ്പേഴ്സ് ഓഫ് ഇന്ത്യൻ ചാമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അല്ലേ, അതിനാണ് നമ്മൾ ഫിക്കി എന്ന് പറയുന്നത്. അപ്പം ആരാണ് കണ്ടക്ട് ചെയ്ത് ചോദിക്കാം? ഫിക്കിയാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. എവിടെയാണ് നടന്നത്? ന്യൂഡൽഹിയിലാണ് നടന്നത്. എത്രാമത്തെയാണ്? 11th അല്ലേ, 11th ഇന്ത്യ മെയ് സമ്മിറ്റ് ആണത് ഈ ഡൽഹിയിൽ കണ്ടക്ട് ചെയ്തത് കേട്ടോ. അടുത്താണ്, ബാംഗ്ലൂരു സിറ്റി യൂണിവേഴ്സിറ്റി വിൽ ബി റീനെയിംഡ് ആസ് ഡോക്ടർ മൻമോഹൻ സിംഗ് സിറ്റി യൂണിവേഴ്സിറ്റി. അതായത് ബാംഗ്ലൂരിലെ സിറ്റി യൂണിവേഴ്സിറ്റിക്ക് എന്താണ് അവർ റീനെയിം ചെയ്തു. ഒരു ആദരസൂചകമായിട്ട് എന്താണ് അവർക്ക് അത് മാറ്റിയിട്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്താണ് സിറ്റി യൂണിവേഴ്സിറ്റി എന്നാണ് അതിനെ റീനെയിം ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്താണ് അവർ അത് റീനെയിം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അറിയപ്പെടുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് സിറ്റി യൂണിവേഴ്സിറ്റി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ആണ്, ഗുരുഗ്രാം സിറ്റി ഹോസ്റ്റഡ് ഇന്ത്യസ് ഫസ്റ്റ് നാഷണൽ കോൺഫറൻസ് ഓഫ് അർബൻ ലോക്കൽ ബോഡി ചെയർപേഴ്സൺസ്. ഓക്കെ, അതായത് നോക്കി, സിറ്റിയാണ് ഗുരുഗ്രാം. ഓക്കെ, ഗുരുഗ്രാം സിറ്റി ഹോസ്റ്റഡ് ഇന്ത്യസ് ഫസ്റ്റ് നാഷണൽ കോൺഫറൻസ് ഓഫ് അർബൻ ലോക്കൽ ബോഡി ചെയർപേഴ്സൺസ്. ആരാണ് ഇതിനായിട്ട് ഇനാഗ്രേറ്റഡ് ബൈ ഓം ബിർല. ഓം ബിർല ആണ് ഈ ഒരു സംഭവം ഇനാഗ്രേറ്റ് ചെയ്തത് കേട്ടോ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് അല്ല. അതിൽ ഇമ്പോർട്ടൻ്റ് എവിടെയാണ്? ഏത് സിറ്റിയിലാണെന്നുള്ള ആൾക്കാണ് ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അടുത്ത്, CR പാട്ടീൽ ലോഞ്ച് ഇന്ത്യസ് ഫസ്റ്റ് യൂണിഫൈഡ് ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് പ്ലാറ്റ്ഫോം സി ഫ്ലഡ്. ഓക്കെ, സി ഫ്ലഡ് പ്ലാറ്റ്ഫോം. അപ്പോൾ പേര് ചോദിക്കാം. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് യൂണിഫൈഡ് ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിന് പറയുന്ന പേരെന്താണ്? ഇപ്പം ഓക്കെ, നിങ്ങൾ ഫ്ലഡ് എന്നൊക്കെ പറയുമ്പോഴേക്കും എന്തായിരിക്കും? സി ഫ്ലഡ് അല്ലേ. ഇത് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ എ ഫ്ലഡ്, ബി ഫ്ലഡ്, സി ഫ്ലഡ് അങ്ങനെ ഓപ്ഷൻ തരുന്നത്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. സി ഫ്ലഡ് ആണ് ഇതിന്റെ ഉത്തരം എന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി ആരാണ് ലോഞ്ച് ചെയ്തത്? CR പാട്ടീലാണ് ഇത് ലോഞ്ച് ചെയ്ത്. അപ്പൊ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത്, new tree species named Garcinia kusmi has been discovered in Assam. ഞാൻ പറഞ്ഞല്ലോ പല ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് ആനിമൽസ് ഇതൊക്കെ പുതിയ സ്പീഷീസ് ഒക്കെ ഡിസ്കവർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഏത് സ്റ്റേറ്റിലാണ് ഡിസ്കവർ ചെയ്ത് കാണപ്പെടുന്നതെന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നോക്കുക, ന്യൂ ട്രീ സ്പീഷീസ് ടൈപ്പ് ഓഫ് ട്രീ ആണ് എവിടെയാണ് കാണപ്പെടുന്നത്? ആസാമിൽ. അതിന്റെ പേരാണ് ഗാർസീനിയ കുസ്മെ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്? അത് ആസാമിൽ എന്താണ് ഡിസ്കവർ ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അത് നോട്ട് ചെയ്ത് നോക്കാം. ഈ പേര് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. അതുപോലെ ഏത് സ്റ്റേറ്റ് ആണെന്ന് നിങ്ങൾ പഠിച്ചു നോക്കാം. കാരണം ചോദിക്കാം. ഇതുപോലെയാണ് നമ്മുടെ ഇൻസെക്ട്സ്. ഓക്കെ, ബട്ടർഫ്ലൈസ്, പുതിയ ഇനം ബട്ടർഫ്ലൈസ് നമ്മൾ സ്ഥിരമായിട്ട് കണ്ണ് പിടിച്ചെടുക്കുമ്പോൾ കാണാറുണ്ട് അല്ലേ. പുതിയൊരു ഫ്രോഗ് ടൈപ്പ്, ബട്ടർഫ്ലൈ ടൈപ്പ് ഒക്കെ പുതിയതായിട്ട് നമ്മൾ സ്പീഷീസ് ഫൗണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചോദിക്കാറുണ്ട്. അടുത്ത്, സെയിൽ ഓപ്പൺസ് ഇറ്റ്സ് ഫസ്റ്റ് ഓവർസീസ് ഓഫീസ് ഇൻ ദുബായ് UAE. അതായത് നമ്മുടെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. സെയിൽ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഓവർസീസ് ഓഫീസ് എന്നാണ് എവിടെയാണ് തുടങ്ങിയിരിക്കുന്നത്? അത് ദുബായിലാണത് അവർ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ദുബായ്. സെയിൽ ഓപ്പൺസ് ഇറ്റ്സ് ഫസ്റ്റ് ഓവർസീസ് ഓഫീസ് ഇൻ ദുബായ് UAE. അടുത്ത്, ദീപിക പദുക്കോൺ ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ബി ഹോണേർഡ് വിത്ത് എ സ്റ്റാർ ഓൺ ദ ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം. ഓക്കെ, അതായത് നോക്കി, ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിമിൽ ആദ്യമായിട്ട് എന്താണ് സ്റ്റാർ വിത്ത് എ സ്റ്റാർ ഓൺ ദ ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം ആയിട്ട് ആദ്യമായിട്ട് എന്താണ് ഫസ്റ്റ് ഇന്ത്യൻ ആയി മാറാൻ സാധിച്ചാലാണ് അത് ദീപിക പദുക്കോൺ ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കുക കേട്ടോ. കാരണം അവാർഡ്സ് പോലെ നമുക്ക് കൊടുക്കാം അല്ലേ, അങ്ങനത്തെ കൊടുക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറി ആണ്. അതുകൊണ്ട് എന്താണ് ഇത് ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. നെക്സ്റ്റ് ആണ്, അമിതാഭ് കാന്ത് ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ഇൻഡിഗോ. ഇൻഡിഗോയുടെ പുതിയ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? അമിതാഭ് കാന്തിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അമിതാഭ് കാന്ത് ഒരു ഇമ്പോർട്ടൻ്റ് അപ്പോയിന്റ്മെന്റ് ആണ്. നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ഇൻഡിഗോ. ഇൻഡിഗോയുടെ ഒരു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? അമിതാഭ് കാന്തിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്.
അടുത്ത നെക്സ്റ്റ് വൺ ആണ് ഡൽഹി സ്റ്റേറ്റ് ലോഞ്ച് ദ സഹേലി കാർഡ് ഫോർ ദ ഫ്രീ ബസ് ട്രാവൽ. അതായത് ലോക്കൽ വുമൻസ് എന്താണ് അവിടുത്തെ ലോക്കൽ വുമൻസിന് ഫ്രീ ആയിട്ടുള്ള ട്രാവൽ എന്താണ് ട്രാവൽ ഫ്രീ ആയിട്ട് നടത്താൻ വേണ്ടി ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്താണിത്. ഓക്കെ, സഹേലി കാർഡ്. സഹേലി കാർഡ്. ഓക്കെ, ഡൽഹി സ്റ്റേറ്റ് ലോഞ്ച് ദ സഹേലി കാർഡ് ഫോർ ഫ്രീ ബസ് ട്രാവൽ. ഓക്കെ, ഫ്രീ ആയിട്ടുള്ള ബസ് ട്രാവലിന് വേണ്ടി തുടങ്ങിയിരിക്കുന്നതാണ് ഈ സഹേലി കാർഡ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് സഹേലി കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ കാർഡ് ഉണ്ടെങ്കിൽ എന്താണ് ലോക്കൽ ആയിട്ടുള്ള വുമൻസ് എന്താണ് അവരുടെ ട്രാവലൊക്കെ ഫ്രീ ആയിട്ട് നടത്താൻ സാധിക്കും. അതിനുവേണ്ടി തുടങ്ങിയ സ്കീമാണ്. അപ്പോൾ ഡൽഹി എവിടെയാണ് സ്റ്റേറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? ഡൽഹി സ്റ്റേറ്റ് ആണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത ഇന്ത്യസ് ഫസ്റ്റ് UPI പവേർഡ് ബാങ്ക് ബ്രാഞ്ച് ഹാസ് ബീൻ ഓപ്പൺ ഇൻ ബാംഗ്ലൂർ. എന്താണ് ഇന്ത്യസ് ഫസ്റ്റ് UPI പവേർഡ് ബാങ്ക്. ഓക്കെ, UPI പവേർഡ് ആയിട്ടുള്ള ബാങ്ക് എന്താണ് ബ്രാഞ്ച് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ബാംഗ്ലൂരിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ UPയിൽ ഓക്കെ UPയിൽ എന്താണ് നമുക്ക് പവേർഡ് ബാങ്ക് സംഭവമാണ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. സ്ലൈസ് ദ വേ യുവർ ബാങ്ക്. ഓക്കെ, അടുത്ത നരേന്ദ്രമോദി വാസ് ഹോണർഡ് വിത്ത് ഓർഡർ ഓഫ് ദ സ്റ്റാർ ഇൻ ഘാന. വീണ്ടും അപ്പോൾ അവാർഡ്സ് ആണ്. നരേന്ദ്രമോദി കിട്ടിയ അവാർഡാണിത് ഓർഡർ ഓഫ് ദ സ്റ്റാർ. ഓക്കെ, ഘാനയിൽ കൊടുക്കുന്ന ഒരു അവാർഡാണിത് ഓർഡർ ഓഫ് സ്റ്റാർ എന്ന് പറയുന്നത്. അത് ആർക്ക് ലഭിച്ചിട്ടുണ്ട്? നരേന്ദ്രമോദിക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കൂടുതലൊന്നും പറയാനില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സ് കാര്യങ്ങളൊക്കെയാണ്. അടുത്താണ് ബീഹാർ സ്റ്റേറ്റ് ഗവൺമെന്റ് ലോഞ്ച് മുഖ്യമന്ത്രി പ്രതിജ്ഞ. ഓക്കെ, മുഖ്യമന്ത്രി പ്രതിജ്ഞ യോജന എന്താണെന്ന് വെച്ചാൽ ഫോർ ഇന്റേൺഷിപ്പ് സപ്പോർട്ടിന് വേണ്ടിയാണ്. അതായത് 10ാം ക്ലാസ് പാസ്സാർക്ക് എന്താണ് 4000 പെർ മന്ത് കൊടുക്കുക. ഓക്കെ, 10th ക്ലാസ് ആണെങ്കിൽ ഓക്കെ 4000. ഓക്കെ, 4000 പെർ മന്ത് കിട്ടും. അതുപോലെ ITI അല്ലെങ്കിൽ ഡിപ്ലോമ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ 5000 പെർ മന്ത് ലഭിക്കും. അതുപോലെ ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി ഉള്ള ആൾക്കാർക്കാണെങ്കിൽ 6000. ഓക്കെ, 6000 പെർ മന്ത് ഒക്കെ ലഭിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്കീമാണിത് ഈ മുഖ്യമന്ത്രി പ്രതിജ്ഞ യോജന എന്ന് പറയുന്നത്. ഇന്റേൺഷിപ്പ് സപ്പോർട്ടാണിത് മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത്. അടുത്ത് ഗുജറാത്ത് സ്റ്റേറ്റ് ലോഞ്ച് ദ ജൻ സുരക്ഷ സാന്ദ്രപതി അഭിയാൻ. ഓക്കെ, എന്താണ് ജൻ സുരക്ഷ സാന്ദ്രപതി അഭിയാൻ ടു എക്സ്പാൻഡ് ദ വെൽഫെയർ കവറേജ്. ഏത് സ്റ്റേറ്റ് ആണ്? ഗുജറാത്ത് സ്റ്റേറ്റ് ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത് കേരള സ്റ്റേറ്റ് ലോഞ്ച് ഇറ്റ്സ് ഫസ്റ്റ് എവർ സ്കിൻ ബാങ്ക് അറ്റ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. ഓക്കെ, സ്കിൻ ബാങ്ക്. ഓക്കെ, ആദ്യമായിട്ടാണല്ലേ നമ്മൾ ഫസ്റ്റ് നോക്കി എവർ സ്കിൻ ബാങ്ക് എന്നൊക്കെ പറയുമ്പോൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അത് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്താണ് നമ്മൾ സ്വന്തം കേരള ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ആണ് ഇത് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. ഫസ്റ്റ് എവർ സ്കിൻ ബാങ്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അവിടെയാണ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഈ പൊള്ളൊക്കെ കേൾക്കാന്ന് കേട്ടില്ല. അപ്പോൾ നമുക്ക് സ്കിന്നിന്റെ കാര്യങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സ്കിൻ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അത് ആദ്യമായിട്ട് നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഇന്ത്യ വിൽ ഹോസ്റ്റ് ദ ഷൂട്ടിംഗ് വേൾഡ് കപ്പ് ഇൻ 2027. 2027 ഷൂട്ടിംഗ് വേൾഡ് കപ്പ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ ആയിരിക്കും ഹോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യ വിൽ ഹോസ്റ്റ് ദ ഷൂട്ടിംഗ് വേൾഡ് കപ്പ് ഇൻ 2027. അപ്പോൾ വർഷം നോട്ടി നോക്കാം കേട്ടോ. അപ്പോൾ രണ്ട് ചോദിക്കാം. ഒന്ന്, അടുത്ത ഷൂട്ടിംഗ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് ഇങ്ങനെ ചോദിക്കാം. ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത് ഏത് കൊല്ലമാണെന്ന് ചോദിക്കാം. ഓക്കെ, ഏത് വർഷമാണ്? 2027 അത് നടക്കാൻ പോകുന്നത്. ഇനി മറ്റൊരു ചോദ്യം, ആരാണ് ഇത് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ആരാണ്? ഇന്ത്യ. ഓക്കെ, ഇന്ത്യ ആണ് ഇത് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ എന്താണ് ഇതിന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. നെക്സ്റ്റ്, കേശവൻ രാമചന്ദ്രൻ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് RBI. വീണ്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് അല്ലേ. നമ്മൾ RBI എന്നൊക്കെ പറയുമ്പോൾ ആരാണ് ഇപ്പോഴും RBI ഗവർണർ? നമ്മുടെ സഞ്ജയ് മൽഹോത്ര അല്ലേ. സഞ്ജയ് മൽഹോത്രയാണിത് നമ്മുടെ കാലത്തെ RBI ഗവർണർ എന്ന് പറയുന്നത്. അപ്പോൾ പുതുതായിട്ട് നമുക്ക് ന്യൂ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് RBI ആയിട്ടാണ് കേശവൻ രാമചന്ദ്രനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, സുഹ്റാൻ മംദാനി ഈസ് ലൈക്ലി ടു ബിക്കം ദ ന്യൂയോർക്സ് ഫസ്റ്റ് മുസ്ലിം മേയർ. ഓക്കെ, ന്യൂയോർക്കിലെ ആദ്യത്തെ മുസ്ലിം മേയർ. ഓക്കെ, ഫസ്റ്റ് മുസ്ലിം മേയർ ആരാണ്? സുഹ്റാൻ മംദാനി. ഓക്കെ, ഫസ്റ്റ് മുസ്ലിം മേയർ എന്നൊക്കെ പറയുമ്പോഴേക്കും USA അപ്പോൾ ന്യൂയോർക്കിലാണ്. പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക. സുഹ്റാൻ മംദാനി ആണിത് ഫസ്റ്റ് മുസ്ലിം മേയർ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ്. ഓക്കെ, നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കാറല്ലേ, സ്വീഡിഷ്, ബ്രസീൽ ഗ്രാൻഡ് പ്രിക്സ് ഒക്കെ പഠിക്കാറുണ്ട്. നോക്കാം. ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് 2025 ആർക്കാണ്? ലാൻഡോ നോറിസ്. ഓക്കെ, ലാൻഡോ നോറിസിനാണ് ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് 2025 ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, പ്രത്യേകം ഒന്നുമില്ല, സ്പോർട്സ് അവാർഡ്സ് ആണ്, നോട്ട് ചെയ്ത് നോക്കുക. അടുത്ത്, സുകന്യ സോനോവാൾ വാസ് അപ്പോയിന്റഡ് ആസ് ദ
കോമൺവെൽത്ത് യൂത്ത് പീസ് അംബാസിഡർ. ഓക്കെ, സുകന്യ സോനോവാൾ. ഓക്കെ, കോമൺവെൽത്ത് യൂത്ത് പീസിന്റെ പുതിയ അംബാസിഡർ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? സുകന്യ സോനോവാളിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരാ ചോദിക്കാം, കാരണം കോമൺവെൽത്ത് യൂത്ത് പീസ് ഒക്കെയാണ്. അപ്പൊ യൂത്ത്, ഓക്കെ, നമുക്ക് സുകന്യ സോനോവാൾ പ്രത്യേകം പേരെന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് വീണ്ടും സ്പോർട്സ് ആയിട്ട് ബന്ധപ്പെട്ടാണ്. മാഗ്നസ് കാൾസൺ വോൺ ദ സൂപ്പർ യുണൈറ്റഡ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് 2025 ചെസ് ടൂർണമെന്റ് ഇൻ സഗ്രബ്. ഓക്കെ, നമുക്ക് ബ്ലിറ്റ്സ് അല്ലെങ്കിൽ എന്താണ് യുണൈറ്റഡ്, ഓക്കെ, സൂപ്പർ യുണൈറ്റഡ് റാപ്പിഡ്, ഓക്കെ, കോമ്പറ്റീഷൻ ആരാണ് വോൺ ചെയ്തത്? ഒബ്വിയസ്ലി നമുക്കറിയാം, നമുക്കുള്ളിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള, ഓക്കെ, ടോപ്പ് എന്നൊക്കെ പറയുന്ന നിൽക്കുന്ന ആരാണ്? നമ്മുടെ ഗുഗേഷ് പോലെ തന്നെ അവിടുത്തെ മാഗ്നസ് കാൾസൺ എന്ന് പറയുന്നത്. മാഗ്നസ് കാൾസൺ ആണ് ഈ ബ്ലിറ്റ്സ് 2025 ചെസ് ടൂർണമെന്റ് വോൺ ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ചെസ് ടൂർണമെന്റ് ആണ്. സ്പോർട്സ് അവാർഡ്സ് ഒക്കെ ആയിട്ട് സ്ഥിരമായിട്ട് എന്താണ് ബന്ധപ്പെടുത്തി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അടുത്ത, ഹർദീപ് വാസ് നെയ്മഡ് സിഇഒ ഓഫ് BMW ഇന്ത്യ ഇൻ 2025. ഓക്കെ, സിഇഒ BMWയുടെ സിഇഒ ആയിട്ട്, ഇന്ത്യയിലെ BMW സിഇഒ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? ഹർദീപിനെ ഹർദീപിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹർദീപ് സിംഗ് എന്നൊക്കെ അവർ ഹർദീപ് സിംഗിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സിഇഒ ഓഫ് ഇന്ത്യ ഇൻ BMWയുടെ ഇന്ത്യയിലെ അംബാസിഡർ സിഇഒ ആരാണെന്നൊക്കെ ചോദിക്കാം, അത് ഹർദീപ് സിംഗ് ആണ്. നെക്സ്റ്റ് വൺ ആണ്, സബീഖ് ഖാൻ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ആപ്പിൾസ് നെക്സ്റ്റ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ. ഓക്കെ, ആപ്പിളിന്റെ പുതിയ സിഇഒ, ഓക്കെ, പുതിയ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിട്ട്, സിഇഒ അല്ല സോറി, ഓക്കെ, സബീഖ് ഖാൻ, ഓക്കെ, ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ആപ്പിൾസ് നെക്സ്റ്റ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ. ആപ്പിളിന്റെ പുതിയ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിട്ട് ആരാണ്? സബീഖ് ഖാനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ദീപക് ബഗ്ല ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ മിഷൻ ഡയറക്ടർ ഓഫ് അതൽ ഇന്നോവേഷൻ മിഷൻ. ഓക്കെ, അതൽ ഇന്നോവേഷൻ മിഷന്റെ പുതിയ മിഷൻ ഡയറക്ടർ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? ദീപക് ബഗ്ലനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ദീപക് ബഗ്ല. ഓക്കെ, അതൽ ഇന്നോവേഷൻ മിഷൻ എന്നൊക്കെ പറയുമ്പോഴേക്കും കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി ബന്ധപ്പെട്ട് ചോദിക്കാൻ പറ്റിയ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കണ്ടപ്പേഴ്സ് ആണ് ഈ ദീപക് ബഗ്ല എന്ന് പറയുന്നത്. ആരാണ് പുതിയ മിഷൻ ഡയറക്ടർ എന്നുള്ളത്? ഓക്കെ, ദീപക് ബഗ്ല. അടുത്ത നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡേയ്സ് ആൻഡ് തീംസ്, നമ്മുടെ ജൂലൈയിലെ ഡേയ്സ് ആൻഡ് തീംസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകാം. ഫസ്റ്റ്, നാഷണൽ ഡോക്ടേഴ്സ് ഡേ. ഓക്കെ, ജൂലൈ 1 ആണ് നാഷണൽ ഡോക്ടേഴ്സ് ഡേ. തീം നോക്കാം, ബിഹൈൻഡ് മാസ്ക് ഹു ഹീൽസ് ദ ഹീലേഴ്സ് എന്നുള്ളത്. അടുത്ത 7-ാം തീയതി, ഓക്കെ, ജൂലൈ 7-ാം തീയതി വേൾഡ് ചോക്ലേറ്റ് ഡേ ആണത്, ജൂലൈ 7 എന്ന് പറയുന്നത്. അത് ജൂലൈ 11 എന്താണ്? വേൾഡ് പോപ്പുലേഷൻ ഡേ. ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് എക്സാംസ് ചോദിക്കുന്ന ചോദ്യമാണ് വേൾഡ് പോപ്പുലേഷൻ ഡേ എന്നുള്ളത് കേട്ടോ. ഓക്കെ, അടുത്താണ് 15 വേൾഡ് യൂത്ത് സ്കിൽസ് ഡേ. ഓക്കെ, വേൾഡ് യൂത്ത് സ്കിൽസ് ഡേ. അടുത്ത 17 വേൾഡ് ഡേ ഫോർ ഇന്റർനാഷണൽ ജസ്റ്റിസ് ആണത്. ഓക്കെ, 17 എന്ന് പറയുന്നത്. അടുത്ത് ഇന്റർനാഷണൽ ചെസ് ഡേ. ഓക്കെ, 20 ആണ്, ജൂലൈ 20 ഇന്റർനാഷണൽ ചെസ് ഡേ. എവരി മൂവ് കൗണ്ട്സ്. ഓക്കെ, എവരി മൂവ് കൗണ്ട്സ് ആണ് 2025 തീം എന്ന് പറയുന്നത്. അടുത്ത 20 ഇന്റർനാഷണൽ മൂൺ ഡേ ആണ്. അടുത്ത 23 നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആണ് ജൂലൈ 23 അറിയപ്പെടുന്നത്. 24 ഇൻകം ടാക്സ് ഡേ. ഓക്കെ, ഇൻകം ടാക്സ് ഡേ ആണ് 24. 28 വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ ആണ്. ഓക്കെ, വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ. ലാസ്റ്റ് വൺ 28 വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ. 29 ഇന്റർനാഷണൽ ടൈഗർ ഡേ ആൻഡ് 30 ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ് ജൂലൈ 30 എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ കറണ്ട് അഫയേഴ്സിന്റെ PDF, ഫ്രീ PDF നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ ഇത് ഫ്രീ മെറ്റീരിയൽ സെക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയും അതുപോലെ നിങ്ങൾക്ക് മെറ്റീരിയലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. കാരണം മെറ്റീരിയൽ എങ്ങനെയുണ്ട്, അതുപോലെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സജഷൻസ് വേണം, എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യണം, അങ്ങനത്തെ കുറേ സജഷൻസ് ഒക്കെ തരിക. നിങ്ങൾ യൂട്യൂബിൽ കമന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം എന്തെങ്കിലും തെറ്റുന്നുണ്ടെങ്കിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ തിരുത്തുക. അപ്പോൾ താങ്ക് യു. അപ്പം നമുക്ക് നെക്സ്റ്റ് മാസത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.